ശൈത്യം അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താ ശരിക്കും സംഭവിച്ചെന്തായിരുന്നു? എനിക്കറിയാം, നമുക്ക് ഫസ്റ്റ് കിട്ടിയത് ഡിസേർവ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയത്, ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് കിട്ടിയത്. അപ്പൊ എനിക്ക് അങ്ങനെ കലാകാരന്മാരായ നല്ലത് കണ്ട നല്ലത് അതുകൊണ്ടാണ് അവർക്ക് കിട്ടിയത് എന്ന് അഗ്രി ചെയ്യാൻ പഠിക്കുന്നതായിരിക്കും ശരിക്കും ഉള്ള കാര്യം. മൊമെന്റ് സ്വീകരിക്കുമായിരുന്നു. ശ്വേതാജിയോ അല്ല ലാൽജു സാറും എല്ലാ പേരും അടങ്ങിയ ഒരു ആർട്ടിസ്റ്റ് അവരിങ്ങനെ കൊണ്ടു തരുമ്പോഴത്തേക്ക് ഒരിക്കലും ഞാൻ മൊമെന്റ് സ്വീകരിക്കാതിരിക്കത്തില്ല. 3 ലക്ഷത്തിന്റെ ഒരു പ്രോഗ്രാമിന് അവര് 6 ലക്ഷത്തോളം മുടക്കിയിട്ടുണ്ട്. 12 അമ്മയും മക്കളും ഒക്കെ ഇതൊന്നും ചെയ്തിട്ടല്ല വരുന്നത്. എല്ലാവരും അവർക്ക് എല്ലാവർക്കും കഴിവുകളുള്ളതാണ്. പ്രൈസ് മണി 3 ലക്ഷമാണ്. അതിന് വേണ്ടിയിട്ടല്ല ഞാൻ മത്സരിച്ചത്. പൈസ ഉള്ള ആൾക്കാർക്കാണ് കൂടുതൽ മുൻഗണനയാണ്. അൺഫെയർ ആയിട്ട് കളിച്ചു എന്ന് പറഞ്ഞാല് കാര്യമേ അല്ല സൂര്യ. അങ്ങനെ ഓസ്ട്രേലിയ ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പണം കഴിക്കുന്ന മരം ഇല്ല നമ്മുടെ വീട്ടില്. അവരുടെ മനസ്സിൽ അങ്ങനെ ആയിരുന്നു എക്സ്പെക്ടേഷൻ. അതുകൊണ്ടാണ് അവരങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത്. വയ്യണ്ടായ സമയത്ത് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് കരച്ചിലും, ഞാൻ ഡോക്ടറിന്റെ മുന്നിൽ വെച്ച് തന്നെ ഭയങ്കര കരച്ചിലായിരുന്നു. പല ഘട്ടത്തിലും നമ്മൾ രണ്ടുപേരും വിചാരിച്ച് നമ്മൾക്ക് സ്റ്റേജിൽ എത്താൻ പറ്റും. എന്റെ കാല് ട്വിസ്റ്റ് ചെയ്തിട്ട് എല്ല് ചെറുതായിട്ടൊന്നും പൊട്ടലുണ്ടായിരുന്നു. എന്തായാലും ക്വിറ്റ് ചെയ്യണം എന്ന് ഉള്ള ഒരു സ്റ്റേജിലായിരുന്നു. മഴവിൽ കേരളത്തിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഒരു സൂപ്പർ അമ്മയും മകളുമാണ് കേട്ടോ ഉള്ളത്. അപ്പോ രണ്ടുപേർക്കും വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഇപ്പം എനിക്കും മോൾക്കും ഭയങ്കര നല്ല വിശേഷമാണ്. ജീവിതത്തിൽ ഇതുവരെയ്ക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു സന്തോഷം, ഒരു അച്ചീവ്മെന്റ്. പ്രത്യേകിച്ച് നമ്മൾ ഇതുവരെയും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലായിരുന്നു. സോ ഹാപ്പി. ഇപ്പോഴത്തെ അമൃത ടിവിയിലെ സൂപ്പർ അമ്മയും മകളും എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിലെ വിന്നറാണ് നിങ്ങള്. അപ്പൊ അങ്ങനെ വരുമ്പോ അതിലുള്ള വേറൊരു അമ്മയും മകളും കുറച്ച് എന്താ പറയാ കുറെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ശരിക്കും എന്താണ് സംഭവം, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, ഇപ്പം അതിനെക്കുറിച്ച് ഒരാളുടെ പേഴ്സണൽ ഇപ്പൊ എല്ലാവർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടായിരിക്കും അല്ലെ. അത് അവരുടേതായ പേഴ്സണൽ കാര്യമാണ്. ഇപ്പം അതിന് എന്തെങ്കിലും നമ്മൾ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ അവർക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതിൽ കമന്റ് ചെയ്യാൻ എനിക്ക് അറിയില്ല. അതിൽ തന്നെ കുറെ പറയുന്നുണ്ട് അവർക്ക് തന്നെ ഫസ്റ്റ് കിട്ടേണ്ടതായിരുന്നു, അങ്ങനെ 5th ആയിപ്പോയി എന്നുള്ള കാര്യം. അതിനെ കുറിച്ച് എന്താണ് ചേച്ചിക്ക് പറയുന്നത്? അത് ഇപ്പൊ നമ്മളല്ലല്ലോ പറയണ്ടേ. ഈ പ്രോഗ്രാം ഓൾറെഡി ടെലികാസ്റ്റ് ചെയ്തതാണ്, അമൃത TV ചാനലിൽ ടെലികാസ്റ്റ് ചെയ്തതാണ്. അതിനിപ്പം സോഷ്യൽ മീഡിയ യൂട്യൂബിലൊക്കെ അത് നമ്മുടെ ഓരോ എപ്പിസോഡ്സ് വരുന്നുണ്ട്, നമ്മുടെ പെർഫോമൻസ്. അപ്പൊ എല്ലാ കണ്ടസ്റ്റൻസിന്റെയും പെർഫോമൻസ് കണ്ടിട്ട് അത് ഓഡിയൻസിന് തന്നെ വിലയിരുത്താന്നുള്ളതേ ഉള്ളൂ. ആരുടെ പെർഫോമൻസ്, ഏത് പെർഫോമൻസ് ആണ് നല്ലത്. തികച്ചും പെർഫോമൻസ് ബേസ് തന്നെയാണ് അവിടെ പോയിന്റ്, അവിടെ ഒരു വിധി നിർണയിച്ചിരിക്കുന്നത്. അപ്പം അതിനകത്ത് പ്രേക്ഷകർക്ക് തന്നെ നമ്മൾ കമന്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ശൈത്യം അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു, ശൈത്യം അമ്മ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അവിടെ എന്താ ശരിക്കും സംഭവിച്ചെന്തായിരുന്നു? ശരിക്കും 5th പൊസിഷൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ മുന്നോട്ട് വരികയും ട്രോഫി സ്വീകരിക്കാൻ തയ്യാറാവാതെയും അങ്ങനെ അവർ തന്നെ സ്റ്റേജിൽ നിന്ന് സ്വയം സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. അതൊരു നെഗറ്റീവ് തന്നെയാണല്ലേ? അവര് അതെല്ലാം പേഴ്സണൽ ആയിട്ടാണ്. ഇപ്പം അവരുടെ മനസ്സിൽ എന്താണ്, അത് എല്ലാം തികച്ചും പേഴ്സണൽ ആണത്. ഇപ്പം ഞാനെന്നൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ പ്രൈസ് മേടിക്കും, ട്രോഫി മേടിക്കും. അപ്പൊ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ തുറന്നു പറയേണ്ടത് പറയും, ഇല്ല എന്നല്ല. നമുക്കിപ്പോൾ എന്താണ് അപ്പം ആ സിറ്റുവേഷനിൽ എനിക്ക് പറയാൻ പറ്റുന്നത് അത് ഓപ്പൺ ആയിട്ട് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഒരു അംഗീകാരത്തിന് ഞാൻ നിരസിക്കില്ല. ഏതൊരു പൊസിഷനെ ഞാൻ ഇപ്പം ഒരു 1st ആണോ 2nd ആണോ 3rd 4th 5th അങ്ങനെ ഒരു പൊസിഷൻ അല്ല. നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ്, ഒരു പ്ലാറ്റ്ഫോമാണ്. അതിനെ ഞാൻ ഒരിക്കലും
ഞാനെന്ന് പറഞ്ഞ വ്യക്തി നിരസിക്കത്തില്ല. അതിനോട് ഇപ്പം എഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാൽ ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പൊ ജഡ്ജസിന് എന്താ പറയാ, അപ്പം അവരെ ഒരിക്കലും റെസ്പെക്ട് ഇല്ലാത്ത രീതിയിലാണ് നമ്മളിപ്പോ ഒരു പ്രൈസ് മേടിക്കാതെ ഇറങ്ങി പോവാ, അങ്ങനെ ആയിരിക്കും തോന്നുക. അപ്പൊ അത് നിങ്ങളൊരു വിന്നറാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് ചോദിക്കാം, അപ്പൊ നിങ്ങളുടെ ഒരു ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ ചോദിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ശരിക്കും? അപ്പം അല്ല, ഞാനത് പറഞ്ഞതുപോലെ ഒരു അംഗീകാരത്തിനെ നിരസിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ ഒരാളുടെ ഇമോഷനാണ്, ഒരാള് എന്ന് വെച്ചാൽ ഒരു സിറ്റുവേഷൻ നമ്മൾ ചിലപ്പോൾ വിചാരിക്കില്ല നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് ഒരു സമയത്ത്. അപ്പം ഭയങ്കര ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ ചിലപ്പം പല രീതിയിലായിരിക്കും ഒരാളുടെ റെസ്പോൺസ് വരുന്നത്. ഇപ്പൊ ഞാനെന്ന വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഇത്രയും വലിയ ആർട്ടിസ്റ്റിന്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. അത് ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല എന്നേ ഉള്ളൂ. മറ്റൊരാൾ ചെയ്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് അവര് തന്നെ ആയിരിക്കണം റിപ്ലൈ തരേണ്ടത്. ഞാനെന്നൊരു വ്യക്തിയാണെങ്കിൽ അത് ചെയ്യില്ല. നിങ്ങൾ എബ്രോഡ് ആയിരുന്നു എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അവിടുന്ന് വേണ്ടി ഈ റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി ആർക്കായിരുന്നു, മോൾക്കായിരുന്നു അത് അമ്മയ്ക്കായിരുന്നു, ആർക്കായിരുന്നു ഇൻട്രസ്റ്റ് കൂടുതൽ? അമ്മയ്ക്കായിരുന്നു കുറച്ചുകൂടി ഇൻട്രസ്റ്റ്. അമ്മ അറിഞ്ഞിട്ടാണ് ഞാൻ ഷോ ചെയ്തത്. പക്ഷെ ഞാൻ പറഞ്ഞ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യും, അമ്മയുടെ ഡ്രീം അല്ലേ, അത് നടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കുന്ന വലിയ കാര്യമാണ്. പക്ഷെ അവള് പറഞ്ഞത് കറക്റ്റ് ആണ്. എൻ്റെ ഒരു ഡ്രീം തന്നെ ആയിരുന്നു, എൻ്റെ ഒരു ഇങ്ങനെ ഒരു സ്റ്റേജ് കിട്ടണം. അപ്പം ഇവൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസോ അങ്ങനെയൊന്നും എന്ന് വെച്ചാല് അവള് ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുവാണ്. അപ്പൊ എൻ്റെ ഒരു ഇതിലാന്ന് വെച്ചാല് ഞാൻ ഓൾറെഡി ഇതുവരെ എത്തി. ഇനി എനിക്കൊരു സ്റ്റേജ് കിട്ടുന്നൊക്കെ എനിക്ക് ഭയങ്കര വലിയൊരു എക്സ്പോഷർ, എനിക്ക് ഭയങ്കര വലിയൊരു കാര്യമായിരുന്നു. ശരിക്കും ഓരോ റൗണ്ടിലും ഇപ്പൊ ഇവള് വേദിക എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാല് അവള് പൊതുവെ അവള് മുമ്പ് ഈ ഷോയുടെ മുമ്പില് ആൾക്കാരുടെ മുമ്പത്തെ ഒരു വർഷം മുമ്പേ അവൾ ഇങ്ങനെ ഷോയിൽ വന്നപ്പം സംസാരിക്കാനും സ്റ്റേജ് ഫ്രൈറ്റും ഒരു കോൺഫിഡൻസ് കുറവും ആൾക്കാരുടെ മുമ്പിലൊക്കെ അവളുടെ ശരിക്കുള്ള കഴിവ് തെളിയിക്കുന്ന അവള് ഭയങ്കര ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു. അവള് കുറച്ച് ഷൈ ക്യാരക്ടറാണ്. പക്ഷെ ഇവൾക്ക് ഭയങ്കര ഓരോരോ റൗണ്ട് കഴിയുമ്പോഴും ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നു. അതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. അപ്പൊ ഞാനിങ്ങനെ ഓരോ റൗണ്ട് വരുമ്പോഴും അവളോട് പറയും, നീ ഇങ്ങനെ സംസാരിക്കണം, നമുക്ക് ഉള്ളിലുള്ള കഴിവുകൾ പുറത്ത് കാണിക്കണം, നമ്മൾ എപ്പോഴും ഇങ്ങനെ ഉള്ളിൽ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അവള് തന്നെത്താനെ ഒരു ഞാനില്ലാണ്ട് ഇപ്പൊ എനിക്ക് ആ ഒരു എക്സ്പ്രഷൻ റൗണ്ട്, ശരിക്കും ഞാൻ ചെയ്യാനിരുന്ന റൗണ്ട് എനിക്ക് കണ്ണിൽ ഒരു ഇഞ്ചുറി പറ്റി, എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ആ റൗണ്ടിൽ പോലും അവള് അത് ഏറ്റെടുത്ത് തന്നെത്താനെ എക്സ്പ്രഷൻ റൗണ്ട് ചെയ്തു. 10 out of 10 മാർക്സ് വാങ്ങി. ശ്വേത മേനോൻ സൂപ്പർ മകളാണെന്ന് പറഞ്ഞ് ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്തതാണ്. അത് എനിക്ക് ഭയങ്കരമായിട്ട് അവളുടെ ആ ഒരു മാറ്റത്തിനെ കൊണ്ടുവന്നതാണ്. തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറഞ്ഞ അതിന്റെ ഇതില് ഫുൾ ഡയലോഗ് ഒരു 2000 വേർഡ്സ് അബവ് ഉണ്ടായിരിക്കും. അത് ഫുൾ ഡയലോഗ് പല മോഡുലേഷനിലും പറഞ്ഞ് അവളത് നല്ല സുന്ദരമായി ചെയ്തു. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. മകള് ശരിക്കും നല്ല സപ്പോർട്ടർ ആയിരുന്നു ചേച്ചിക്ക്. അതെ അതെ. അങ്ങനെ വരുമ്പോ നമ്മൾ അത്രയും എഫർട്ട്, കണ്ണിന് മാത്രല്ല ചേച്ചിക്ക് വീൽ ചെയറിൽ ഇരുന്നിട്ടുള്ള ഒരു പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ് ശരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു മകളെ കിട്ടാന്ന് പറഞ്ഞാൽ ഇത്രയും അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ഡെഡിക്കേറ്റ് ചെയ്ത മകൾ എന്ന് പറഞ്ഞപ്പോ ശരിക്കും ആ വേർഡിലുണ്ട് എല്ലാം. അത്രയും ചേച്ചിയുടെ കൂടെ നിന്നൊരു മകള് അപ്പൊ ഈ ഷോ പിന്നും കൊണ്ടുപോയി നിങ്ങൾ വിന്നറായി. ശരിക്കും രണ്ടുപേരുടെ എഫേർട്ടായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ ത്രൂ ഔട്ട് ഇതിലുള്ള എഫേർട്സും കാര്യങ്ങളും എന്താണ് എനിക്കറിയാം. ഭയങ്കര ആകാംക്ഷയുണ്ട് എന്താണ്. അതെ, ഞാൻ ഇപ്പം സൂര്യ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്തത് ശ്വേതാജി നമ്മുടെ കൈ പിടിച്ചു പൊക്കുന്ന ഒരു സ്റ്റേജാണ് ഞാൻ ഓർത്തത്. ശരിക്കും ഞാനും അവളും കൈയുടെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പല ഘട്ടത്തിലും നമ്മൾ രണ്ടുപേരും വിചാരിച്ച് നമ്മൾക്ക് സ്റ്റേജ് എത്താൻ പറ്റുമോ, ഫിനാലിൽ എത്താൻ പറ്റുമോ. ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഷെഡ്യൂളാണ് തേർഡ് ഷെഡ്യൂൾ എനിക്ക് ഓർമ്മയില്ല. അപ്പോഴാണ് ഞാൻ പ്രാക്ടീസിന്റെ ഇടയിൽ, അതിന് ഒരു 5 days കൂടി ഇല്ല പ്രോഗ്രാമിന്. അപ്പം ആ പ്രാക്ടീസിന്റെ ഇടയിലായിരുന്നു ശരിക്കും എൻ്റെ കാല് ട്വിസ്റ്റ് ചെയ്തിട്ട് എനിക്ക് എല്ല് ചെറുതായിട്ടൊന്നും പൊട്ടലുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞു ഇത് ചെയ്യാൻ പറ്റില്ല, എന്തായാലും എന്താ പറയുന്ന കളിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുണ്ടായിരുന്നു. അപ്പം എന്തായാലും ക്വിറ്റ് ചെയ്യണം എന്ന്
ഉള്ള ഒരു സ്റ്റേജിലായിരുന്നു. അപ്പൊ പിന്നെയും നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റിനെ ഒക്കെ കണ്ടു, ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ട്. ശരിക്കും എന്റെ ഒപ്പം നിന്നു. പിന്നെ നമ്മൾ ഡാൻസിന് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി. ആ സമയത്ത് നമ്മളോട് കൊറിയോഗ്രാഫേഴ്സ് ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ചേഞ്ച് വരുത്തി. നമ്മള് ആ റൗണ്ട് നമ്മള് വീൽ ചെയറിൽ ഇരുന്ന് കളിച്ചു. അങ്ങനെ ഭയങ്കര ഒരു ട്വിസ്റ്റ് ആയിരുന്നു നമ്മൾ ആ കടമ്പ കടന്നുപോയത്. ശരിക്കും ഇങ്ങനെ ഒരു പ്രോഗ്രാം കൂടെ വന്നതുകൊണ്ട് കുറച്ച് നിങ്ങൾ തമ്മിൽ ശരിക്കും നിങ്ങൾ നല്ല ബോണ്ടിങ് ആയിട്ടുണ്ടായിരുന്നു, അതോ ഇത് വന്ന ശേഷം ഭയങ്കര ബോണ്ടിങ് ആയിട്ട്? ഇത് വന്നിട്ട് നമ്മൾ കുറച്ചുകൂടെ ബോണ്ടിങ് കൂടുതൽ. ഇപ്പൊ ഞാനും അവളും കൂടെ ആയിരുന്നു റീൽസ് ഒക്കെ ചെയ്ത്. നമ്മുടെ ആ കോവിഡ് ടൈമിലൊക്കെ ആയിരുന്നു കൂടുതൽ റീൽസ് ഒക്കെ ചെയ്തത്. അപ്പം അത് കണ്ട് എൻ്റെ ഒരു ഫ്രണ്ട്, ഓസ്ട്രേലിയയിൽ ഞാൻ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട്, ഒരു ഡോക്ടറാണ്. ഡോക്ടർ തന്നെയാണ് നമ്മളോട് പറഞ്ഞു, അമൃത TV ഇങ്ങനെ ഒരു ഓഡീഷൻ വിളിക്കുന്നുണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നില്ലേ എന്ന് വെച്ചാൽ നമ്മുടെ ഇടയിലുള്ള റീൽസ് ഒക്കെ നമ്മൾ ചെയ്തിടാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതും നമുക്ക് ഓൺലൈൻ ഓഡീഷൻ വഴി നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ്, പക്ഷെ നമ്മൾ ഏതായാലും ആ റൗണ്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ ഫൈനലെത്തി. അമ്മ പറഞ്ഞ പോലെ, വിജയിച്ച് പറഞ്ഞ പോലെ പേടിയൊക്കെ ഉണ്ടായിരുന്ന? ആദ്യമൊക്കെ കുറച്ച് പേടിയുണ്ടായിരുന്നു. അമ്മ വീണ് പോയാൽ ഞാനും ഉണ്ടാവുള്ളൂ ആ ഒരു മൈൻഡ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള അവിടെ കണ്ടപ്പോഴേ. ശരിക്കും വലിയ പ്രൗഡ് മൂമെന്റ് ആട്ടോ. ഇങ്ങനെ അമ്മ കൂടി ഇരുന്ന് മകൾ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയുമ്പോൾ ഇതൊരു അമ്മയും എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതലാണ്. ഒരു മകളെന്ന രീതിയിൽ ശരിക്കും അമ്മയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തോ? എനിക്ക് തോന്നുന്നു എന്റെയും ഞാൻ 100% ആയിട്ട് അമ്മയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ഡൗട്ട്സിന്റെ ഇടയിൽ ഞാൻ അമ്മയുടെ കൂടെ എപ്പോഴും സപ്പോർട്ട് ചെയ്താണ് നിൽക്കണേ. അമ്മയ്ക്ക് എന്ത് പറ്റിയാലും ഞാൻ അമ്മയുടെ കൂടെ കാണും. നിഷ്കളങ്കമായ വാക്കുകൾ. ശരിക്കും ഭയങ്കര ഒരു സോഫ്റ്റ് ഉണ്ട് അവള് സംസാരത്തിൽ തന്നെ ഉണ്ട്. ശരിക്കും അല്ല, ആ വയ്യണ്ടായ സമയത്ത് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് കരച്ചിലും, ഞാൻ ഡോക്ടറിന്റെ മുന്നിൽ വെച്ച് തന്നെ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ അതെല്ലാം കണ്ട് പേടിച്ചു പോയി. അമ്മയ്ക്ക് എന്തെങ്കിലും കരഞ്ഞു എന്തെങ്കിലും പറ്റുന്നൊക്കെ ഉള്ളത്. അല്ല, ഇപ്പൊ കൊറേ വിവാദങ്ങളൊക്കെ ഉണ്ട്, അറിയുന്നുണ്ടോ? ഇതൊക്കെ കൊറേ പ്രശ്നങ്ങള് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം അവർക്ക് വിഷമമുണ്ടോ ഇങ്ങനെ ഫസ്റ്റ് കിട്ടിയതിലും പിന്നും എന്താ കൊറേ ഇതൊക്കെ വരുന്നതുകൊണ്ട്? എനിക്ക് അങ്ങനെയില്ല. എനിക്കറിയാം നമുക്ക് ഫസ്റ്റ് കിട്ടിയത് ഡിസേർവ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയത്, ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് കിട്ടിയത്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു വിഷമം അങ്ങനെയില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് കിട്ടിയ അച്ചീവ്മെന്റ് അത് അച്ചീവ്മെന്റ് തന്നെയാണ്. അപ്പം ആൾക്കറിയാം, അവള് പറയുന്നുണ്ട് ശരിയാണ്, എനിക്ക് ഡിസേർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് കിട്ടുക. അപ്പൊ അങ്ങനെ വരുമ്പോഴ് ഈ അമൃത TVക്കെതിരെയാണ് പറയണത്. മീൻസ് ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു, എന്താണ് പൈസ ഉള്ള ആൾക്കാർക്കാണ് കൂടുതൽ മുൻഗണന എന്ന്. അങ്ങനെയുള്ള ആൾക്കാർ മാത്രം ഈ റിയാലിറ്റി ഷോയിൽ വരും, ജയിക്കും, അങ്ങനെയൊക്കെ. ശരിക്കും അങ്ങനെയാണോ ചേച്ചി? അങ്ങനെ ഞാൻ സത്യം പറഞ്ഞ ആ കമന്റ് കണ്ടില്ല. ഇപ്പൊ കണ്ടപ്പോഴാണ്, കേട്ടപ്പോഴാണ്. ടിക്ടോക്കറാണ്, അത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. പൈസ ഉള്ള ആൾക്കാർക്കാണ്. ഇപ്പം ഞാൻ റിയാലിറ്റി ഷോ ചെയ്ത ഒരാളാണ്. ആളുടെ കമന്റ് ആണ് ഞാൻ പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. ഓക്കെ, ഇപ്പം അങ്ങനെ ഒരു കാര്യമേ അല്ല സൂര്യ. ഞാനൊരു കാര്യം പറയാം. ഇപ്പം നമ്മൾ ഓസ്ട്രേലിയയിലാണ്. അങ്ങനെ ഓസ്ട്രേലിയയിലാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പണം കഴിക്കുന്ന മരം ഇല്ല നമ്മുടെ വീട്ടില്. നമ്മുടെ പുറത്ത് ജീവിക്കുന്നവർക്കേ അറിയാവുള്ളൂ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ അവിടേക്ക്. നമ്മളെന്ന് വെച്ചാൽ 2 പേര് ജോലി ചെയ്യാണ്ട് അവിടെ നമ്മൾ 2 പേരും ജോലി ചെയ്ത് എല്ലാം നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണെല്ലാം. ഇപ്പൊ ഞാനെന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ വിനു എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാലും നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് പോയി നമ്മൾ പഠിച്ച് നമ്മൾ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എല്ലാവർക്കും പൈസയുടെ വാല്യൂ ഉണ്ട്. പൈസ ഉണ്ടെങ്കിൽ എല്ലാം സാധിക്കുമെന്ന് പറയുന്ന കാര്യം എനിക്ക് ഒട്ടും സമ്മതമല്ല. കാരണം നമ്മുടെ പെർഫോമൻസുകളും ഇത്രയും നമ്മുടെ ജേർണി എല്ലാം എല്ലാവരും കാണുന്നതാണ്. അപ്പം അല്ല, ഇപ്പൊ നമ്മള് പറയുന്നതും ഇപ്പൊ നമുക്ക് വിന്നിങ് പൊസിഷനിൽ നിൽക്കുന്നതും ഓസ്ട്രേലിയൻ കാര്യം. അപ്പൊ ഞാൻ കാശിന്റെ ബലത്തിലാണോ? പക്ഷെ ഇതൊക്കെ ഓഡിയൻസിന് തീരുമാനിക്കാന്നുള്ളൂ. ഫൈനൽ പെർഫോമൻസ് അത് എന്തായാലും ടെലികാസ്റ്റ് യൂട്യൂബിലൊക്കെ വരും, കാണാത്തവർക്ക് കാണാം, അത് കണ്ട് വിലയിരുത്താം. അതിന് ഒരു
ഒരു വിഷമവും ഇല്ല. ഇപ്പം ഓഡിയൻസ് പറയുകയാണ് അത് ഇതിനേക്കാൾ നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു എന്ന് പറയുമായിരുന്നെങ്കിൽ നമ്മളത് സമ്മതിച്ചു കൊടുക്കുക അല്ലേ. നമുക്ക് അതിന്റെ ഒരു കുഴപ്പമില്ല. നമുക്ക് പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് തന്നത്, അല്ലാതെ നമുക്കൊരു വേറെ തരത്തിലുള്ള ഒരു തരം പ്രയോറിറ്റിയും നമുക്ക് ഉണ്ടായിരുന്നില്ല. ശൈത്യം അമ്മ ശീശി പറയുന്നുണ്ട്, അവര് 3 ലക്ഷത്തിന്റെ ഒരു പ്രോഗ്രാമിന് അവര് 6 ലക്ഷത്തോളം മുടക്കിയിട്ടുണ്ട്. ശരിക്കും അത്രയും ചെലവ് ഉണ്ടായിട്ടുണ്ടോ? ഇതൊരു വർഷം നടന്ന പ്രോഗ്രാമാണ്. ഇപ്പൊ ഒരു കണക്ക് നോക്കുവാണെങ്കിൽ ഞാനിപ്പം ഏറ്റവും കൂടുതൽ ചിലപ്പം ചെലവായത് എനിക്ക് തന്നെയായിരിക്കും. ഞാൻ ഈ ട്രാവലും അവിടെ നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റും എടുത്ത് എല്ലാ പ്രാവശ്യവും ഞാൻ വരുന്നതാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ഈ 3 ലക്ഷം എന്ന് പറയുന്ന എമൗണ്ട് ആദ്യമേ തന്നെ പ്രൈസ് മണി പറഞ്ഞാണ്. ഇതിന്റെ ഇൻ ബിറ്റ്വീൻ അല്ല ഈ 3 ലക്ഷം രൂപ പറയുന്നത്. ഇൻ എക്സ്റ്റൻഷൻ പറഞ്ഞപ്പോൾ പോലും 3 ലക്ഷം രൂപ തന്നെയായിരുന്നു അപ്പോഴും പ്രൈസ് മണി. നമുക്ക് അവിടെ ഒരു കാശ് കൂടുതൽ കിട്ടുന്നോ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ എല്ലാ കണ്ടസ്റ്റൻസും നിൽക്കുന്നത്. ഇപ്പൊ അവിടെ വന്ന ആരും എനിക്കറിയില്ല, ഇനി ഏതെങ്കിലും ഇപ്പം മാറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ എന്റെ നമുക്ക് തോന്നിയിട്ടുള്ളത് ഒരു 3 ലക്ഷം രൂപ കരുതി ആരും ഒരു വർഷം ഇങ്ങനെ കിടന്ന് നിൽക്കത്തില്ല. പൈസ നോക്കി മാത്രമാണ് നിൽക്കുന്നെങ്കിൽ അതിനൊരു എന്താ പറയാ, 3 ലക്ഷത്തിന് വേണ്ടി ഒരു വർഷം ഇത്രയും റൗണ്ട്സും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതിൻ്റെതായ ചെലവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ ഒരു കണക്ക് നോക്കുവാണെങ്കിൽ അതിന് വാല്യൂ ഇല്ല. നമുക്കൊരു പ്ലാറ്റ്ഫോം കിട്ടുക. ഇപ്പൊ എന്നെ സംബന്ധിച്ചുള്ള ഞാൻ വീട്ടില് ജോലി ചെയ്ത് വീട്ടിലെ ഫാമിലി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മീഡിയയോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പോഷറേ ഇല്ല. അപ്പൊ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുക എന്ന് തന്നെ ഒരു വലിയ കാര്യമാണ് എല്ലാവർക്കും. അപ്പം അത് മാക്സിമം യൂസ് ചെയ്ത് ചെയ്യുക എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഒരു പ്രൈസ് മണി നമ്മൾ ഇത്രയും ചെലവാക്കുന്നു നമുക്ക് ഇത്രയും കിട്ടുന്നു എന്നുള്ളതിന്റെ കാര്യത്തിനെ കുറിച്ച് തൂക്കി നോക്കിയിട്ടില്ല. അല്ല, വേറൊരു കാര്യം വേണ്ട, റിസൈൻ ചെയ്തെന്നൊക്കെ കേട്ടു. റിസൈൻ ചെയ്തിട്ടൊക്കെയാണ് ശരിക്കും പ്രോഗ്രാം. അതെ. ഇത് കാരണം നമ്മൾ ഡെഡിക്കേഷൻ ആണ് രണ്ടുപേരും. ഞാൻ എന്റെ ഈ പ്രോഗ്രാമിന്റെ ഒരു ഡിസിഷൻ ഭയങ്കരമായിട്ട് എനിക്ക് അഫക്റ്റ് ചെയ്തു. അപ്പൊ എന്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള സിറ്റുവേഷൻ. ഇപ്പം വിനുവിനോട് ചോദിച്ചാൽ ഓഫ് കോഴ്സ് വിനു പറയും നിന്റെ ഡിസിഷനാണ്. പക്ഷെ വിനു പറയുവാണെങ്കിൽ വിനു പറയും ഓക്കെ ജോലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറയും. പക്ഷെ വിനു ഒരിക്കലും നിർബന്ധിക്കത്തില്ല. നിന്റെ പാഷൻ അത് നിന്റെ ഡിസിഷനാണ്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ ഇതാണെന്ന്, മീൻസ് അങ്ങനെ ഒരു ബാലൻസ് എനിക്കറിയില്ല ഇത് എന്ത് ചെയ്യണമെന്ന്. അപ്പൊ കുറേ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഞാൻ സംസാരിക്കുകയും എന്ത് ചെയ്യും. ഇപ്പൊ ഞാൻ ഇവളോടും ചോദിച്ചു എന്ത് ചെയ്യട്ടെ എനിക്കറിയില്ല. അങ്ങനെ കുറെ എന്ന് വെച്ചാൽ ജോലി പോവാന്നുള്ളത് വളരെ ഒരു പോയിന്റാണ്. അപ്പൊ എൻ്റെ ഫാമിലി, എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അവർക്ക് ജോലി എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ ശരിക്കും ചോദിക്കുമ്പോഴൊക്കെ അവരെ സമ്മതം മൂളിയില്ലായിരുന്നു. അപ്പൊ എൻ്റെ ഒരൊറ്റ ഡിസിഷന്റെ പുറത്താണ് ഇല്ല ഞാൻ എടുക്കും. എനിക്ക് ഇനി ഇത് ഇപ്പൊ ഞാനിത് ക്വിറ്റ് ചെയ്യുവാണെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ കാലൊടിഞ്ഞിട്ട് പോലും ക്വിറ്റ് ചെയ്യാതെ എൻ്റെ ഫിസിക്കൽ ഹെൽത്ത് പോലും നോക്കാതെ ഞാൻ ചെയ്ത അപ്പൊ എനിക്ക് അത്രയും പാഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്തത്. അപ്പൊ എൻ്റെ മനസ്സിനെ ഞാൻ കേൾക്കാതിരിക്കരുത്. ഇനി ഞാനിതിപ്പോ ക്വിറ്റ് ചെയ്താൽ ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതിന്റെ സെമി ഫൈനലും ഫിനാലൊക്കെ കാണുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് പെട്ടെന്ന് ഞാൻ സെൻസിറ്റീവാണ്. അപ്പം എനിക്കത് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ റിസൈൻ ചെയ്യുവാണ്. അപ്പം വിനു ഹസ്ബൻഡ് അതിന് ഓക്കെ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് സമ്മതിച്ചു. അങ്ങനെ നമ്മൾ വീണ്ടും വരികയും ചെയ്തു. റിസൈൻ ചെയ്തിട്ട് ഇനി പോയിട്ട് വേണം എനിക്കൊരു ജോലി തപ്പിയെടുക്കാൻ. വലിയ ടാസ്ക് ആണ്. കണ്ടോണ്ടിരിക്കുന്ന ഓസ്ട്രേലിയൻ മലയാളീസ് ഒക്കെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് ഒരു ജോലി കണ്ടുപിടിച്ച് തരണം. എല്ലാം ഉപേക്ഷിച്ച് ഇതൊന്നും പറഞ്ഞ് വന്ന രണ്ടുപേരല്ലേ. പക്ഷെ അതിന്റെ റിസൾട്ട് ഉണ്ടല്ലോ. അതാണ്. അപ്പൊ അതെ ഹാർഡ് വർക്കും പിന്നെ ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നെയാണ് അല്ലെ. ഹാർഡ് വർക്ക് ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ബലം കിട്ടും. അത് ചിലപ്പോ ദൈവം നമ്മുടെ കൂടെ നിൽക്കും, ചിലപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ. രണ്ടും കൂടെ ഒപ്പം വരുമ്പോഴാണ് അതിന്റെ നമുക്ക് എന്താ പറയുന്ന ലക്ക്. നമ്മൾ ഹാർഡ് വർക്ക് പ്ലസ് ലക്കാണ് ശരിക്കും അല്ലെ. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഇവർക്ക് മാത്രമാണ്, ഇതിപ്പോ ആ അമ്മയും മകളും മാത്രമാണ് വന്നിട്ടുള്ളത്. ലൈക്ക് എന്താ പറയാ, അവരെക്കാലം മുന്നേ നന്നായിട്ട് ചെയ്തിട്ടെന്നുള്ള കുറെ കാര്യങ്ങളും പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പം ശരിക്കും അവര് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റുകൾ ചിലതൊക്കെ കമന്റ്സ് ഭയങ്കര നെഗറ്റീവായിട്ട് പറയുന്നുണ്ട് പല കാര്യങ്ങളിലും. അവർ ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. റിയാലിറ്റി ഷോ ആകുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ലൈക്ക് അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. അപ്പം വേറെ ആരെങ്കിലും ഇങ്ങനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടാണ് മാത്രം? അങ്ങനെ ആരെങ്കിലും കണ്ടസ്റ്റന്റ് ആയിക്കോട്ടെ ആരെങ്കിലും സപ്പോർട്ടായിരുന്നോ അതോ? അല്ല, അപ്പൊ കാരണം നമ്മുടെ പെർഫോമൻസ് കഴിഞ്ഞപ്പോ തന്നെ അവിടെ ഓൾറെഡി
ഓൾമോസ്റ്റ് എല്ലാവർക്കും ഓക്കെ നമ്മുടെ തന്നെ ആയിരിക്കും, കാരണം 2 പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ തന്നെയായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞ് ബാക്കി എല്ലാവരുടെയും പെർഫോമൻസ് മോശമെന്നല്ല, എല്ലാവരും നന്നായിട്ട് ചെയ്തു. പക്ഷെ നമ്മുടെ ഒരു പെർഫോമൻസ് ഒരു പടിക്ക് മുന്നേ നിന്നു. ഈ പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന വെച്ചാൽ എല്ലാം ഈ 12 അമ്മയും മക്കളും ഒക്കെ ഇതൊന്നും ചെയ്തിട്ടല്ല വരുന്നത്. എല്ലാവരും അവർക്ക് എല്ലാവർക്കും കഴിവുകളുള്ളതാണ്. പക്ഷെ ഒരു സ്റ്റേജിൽ നമുക്കിപ്പോൾ ഒരു റൗണ്ട് തരുന്ന ആ ഒരു സ്റ്റേജിൽ ഇത് ലൈവായിട്ടുള്ളതാണ്. ഇതൊന്നും ഷൂട്ട് ചെയ്തോ നമുക്ക് ഒരിക്കൽ തെറ്റിപ്പോയാൽ വീണ്ടും റീഷൂട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. നമുക്ക് ആ സമയത്ത് ആ ഓൺ സ്പോട്ട് ലൈവായിട്ട് കളിക്കുമ്പം എന്താണ് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? എല്ലാ കലാകാരന്മാർക്കും തെറ്റും കുറ്റങ്ങളൊക്കെ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ ഇപ്പം ചില കണ്ടസ്റ്റൻസിന്റെ പോയിന്റ് കുറയും, ചിലവർക്ക് എല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ വരുമ്പോൾ അവർക്ക് പോയിന്റ് കൂടുതൽ കിട്ടും. അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ഫൈനലും. നമ്മുടെ ഫൈനൽ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പെർഫോമൻസ് ഒരു പടിക്ക് മുന്നേ നിന്നതും ജഡ്ജസ് എല്ലാവരും സ്റ്റാൻഡിങ് ഓവേഷൻ വരെ നമ്മുടെ പെർഫോമൻസിനായിരുന്നു കിട്ടിയത്. എല്ലാ ലാൽജോ സാറും MG ശ്രീകുമാർ സാറും ശ്വേതാജിയും സ്വാസികയൊക്കെ നമ്മുടെ പെർഫോമൻസ് എണീറ്റ് നിന്നാണ് കൈയടിച്ചത്. അപ്പം ആ ഒരു വാവ് ഫാക്ടർ അവർക്ക് അത് കിട്ടിയിട്ടല്ലേ അവർ ചെയ്തത്. അപ്പം നമ്മളിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ്, നമ്മളിതൊന്നും പഠിച്ചിട്ടല്ല നമ്മൾ അവിടെ ചെയ്യാൻ വരുന്നത്. അപ്പം നമ്മളും ഹാർഡ് വർക്ക് ചെയ്തിട്ട് പുതിയതായിട്ടൊരു കാര്യം പഠിച്ചാണ് അവിടെ ചെയ്തത്. അപ്പം ഹാർഡ് വർക്ക് പെയ്ഡ് ഓഫ് ചെയ്തു, അത്ര തന്നെ എനിക്ക് ഉള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ആളുടെ കമന്റ് വന്നത്, അത് വേറെ ആരോ ലാവണി ഹൗസ് എന്ന് പറയുന്ന ആളുടെ അമ്മ, അറിയില്ലേ, റിയാലിറ്റി ഷോ. അപ്പൊ ആ പുള്ളിക്കാരിയാണ് ഇങ്ങനെ കമന്റ് ചെയ്തിരുന്നത്, ഇങ്ങനെ അൺഫെയർ ആയിട്ട് കളിച്ചു എന്ന്. അപ്പൊ അതിനുള്ള മറുപടി ആയിട്ട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അൺഫെയർ ആയിട്ട് കളിച്ചു എന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞ പോലത്തെ പൈസ കൊടുത്തിട്ടല്ല, ലൈക് എന്താ പറയാ, റിയാലിറ്റി ഷോ ഇങ്ങനെയാണ്, പൈസ ഉള്ളവർ മാത്രം ജയിക്കും, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് തന്നെ നമുക്കറിയാം നമ്മൾ അൺഫെയർ ആയിട്ട് കളിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? അതല്ല, നമ്മുടെ റിയാലിറ്റി ഷോയിൽ വന്ന എത്രയോ കണ്ടസ്റ്റൻസ് എന്താ പറയുന്നത്, ഇപ്പം ടോപ്പ് 5 കണ്ടസ്റ്റൻസിനെ എടുക്കുന്നതിനേക്കാളും കാശിന്റെ കാര്യത്തിലാണെങ്കിലും ഹൈ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നില്ല. ഇതൊരിക്കലും അങ്ങനെ വിലയിരുത്തുന്നതല്ല. ഓരോ റൗണ്ടിലും ഓരോ പെർഫോമൻസ് അടിസ്ഥാനത്തിലായിരുന്നു എലിമിനേഷൻ വരുന്നത്. അത് വളരെ കൃത്യമായിരുന്നു കേട്ടോ, അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. വളരെ കൃത്യമായിട്ട് എലിമിനേഷനും കാര്യങ്ങളും ഒക്കെ അടിസ്ഥാനത്തിൽ ഓരോ റൗണ്ട് പർട്ടിക്കുലർ ഷെഡ്യൂളിൽ ഇപ്പൊ 1-2 റൗണ്ട് ഉണ്ടാവും. ആ പെർഫോമൻസിന് അടിസ്ഥാനത്തിലായിരുന്നു എലിമിനേഷൻ. ഈ പറയുന്ന ടോപ്പ് 5 കണ്ടസ്റ്റൻസ് എടുത്തിട്ട് ബാക്കി എല്ലാവരും കഴിവില്ല എന്നല്ല, അവർക്കും നല്ല കഴിവുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് ആ ഒരു റൗണ്ടിൽ അവർക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് കുറയോ പാളിച്ച് വന്ന അടിസ്ഥാനത്തിലായിരുന്നു എലിമിനേഷനൊക്കെ. അപ്പം ഇതെല്ലാം ആ ഒരു ഓൺ സ്പോട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അവള് ഈ ഒരു ഞാൻ സത്യം പറഞ്ഞ ആദ്യമായിട്ടാണ് റിയാലിറ്റി ഷോയിൽ ഇങ്ങനെ എത്രയും ഉണ്ടാവാൻ കാരണം. എന്തെങ്കിലും ഹൈ എന്താ പറയാ, നല്ല ഹൈ ആയിട്ടുള്ള കാര്യങ്ങളിൽ കോമ്പറ്റീഷൻസ് ഒക്കെ വരുമ്പോൾ, ഇപ്പൊ ടാസ്ക് ആണെങ്കിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ, പോൾ ടാസ്ക് എങ്ങനെയാ ചെയ്തത്? ടഫ് ആയിട്ടുള്ള ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നോ? എക്സ്പ്രഷൻ റൗണ്ട് അമ്മ പറഞ്ഞ പോലെ കുറെ വാക്കുകളുണ്ടായിരുന്നു. അത് കുറച്ച് സമയം എടുത്ത ആ വാക്കുകളൊക്കെ ഞാൻ പഠിച്ചു വരാൻ കുറേ തോന്നുന്നു സമയം എടുത്താണ് ഞാൻ പഠിച്ചത്. അമ്മ കുറെ ഹെൽപ്പ് ചെയ്ത്. അമ്മ എന്ന് വെച്ചാൽ ഇവർക്ക് മലയാളം, ഇവള് നാട്ടിലല്ല ജീവിച്ചിട്ടുള്ളത്. അപ്പൊ 13 വർഷമായിട്ട് നമ്മൾ പുറത്താണ്. അപ്പൊ ഇവള് ഫുള്ളും പുറത്താണ് ജീവിച്ചിട്ടുള്ളത്. അപ്പം പക്ഷെ ഞാൻ മലയാളം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, വീട്ടിൽ മലയാളം പഠിക്കാവുള്ളൂ. പക്ഷെ ഈ വാക്കുകളൊക്കെ സംസാരിക്കുമ്പം അതൊക്കെ ഒരു കുറച്ച് പറഞ്ഞ പോലെ 2000 വേർഡ്സ് ഒക്കെ പഠിക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യം. അത് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ലേ? ശരിക്കും വലിയ കാര്യമാണ്. അതൊക്കെ പഠിച്ച് പറയാന്ന് പറയുമ്പോ മെമ്മറിയിൽ നിക്കല്ലേ. എത്ര വയസ്സുണ്ട്? 13 വയസ്സുണ്ടോ? 10 വയസ്സേ ഉള്ളൂ. അപ്പൊ അത്രയും ആ ഒരു ചെറിയ പ്രായമാണ്. അപ്പൊ ഇത്രയൊക്കെ പഠിക്കാൻ ഇപ്പൊ നമ്മള് പോലും ചേച്ചി പഠിക്കണമെന്നില്ല. ശരിക്കും നല്ല സപ്പോർട്ട് കേട്ടോ. അതെ. ഇപ്പം ഫൈനൽ പെർഫോമൻസിന് ശരിക്കും നമ്മള് പോളിന്റെ പുറത്ത് കയറി നിന്ന പോൾ ഡാൻസ് ആയിട്ടല്ല ഫുള്ളും ചെയ്തത്. പോൾ ഒരു അയൺ സ്റ്റാൻഡ്, അത് കറക്റ്റ് ആ തടിയുടെ പോളല്ല നമ്മൾ യൂസ് ചെയ്ത, പോളിന്റെ ഒരു അയൺ വെച്ചിട്ട് ചെയ്തതാണ് അത്. അപ്പൊ അതിനകത്ത് ഞാൻ കയറി ഇരുന്നിട്ട് എന്റെ മേലില് ഇവള് കയറി കൈ പിടിക്കാതൊക്കെ
കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇവള് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു ധൈര്യം എനിക്ക് അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരിക്കൽ പോലും അമ്മ എനിക്ക് പേടിയാ, ഞാൻ ചെയ്യുന്നില്ല എന്നവള് പറഞ്ഞിട്ടില്ല. അപ്പൊ രമേശ് മാസ്റ്റർ ആണ് നമ്മളെ പഠിപ്പിച്ചത്. മാസ്റ്റർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചെയ്യാവോ എന്ന് ചോദിച്ചാൽ ചെയ്യാമെന്നേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ചെയ്യത്തില്ല എന്നുള്ള ഇതുവരെയും പറഞ്ഞില്ല. അപ്പം വേദു അങ്ങനെ കയറി നിന്നു, കൈവിട്ട് നിൽക്കുകയും ബാക്കി വന്ന് ഫ്ലിപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തത്. ശരിക്കും എനിക്ക് ഈ ഒരു ഏജിൽ, ഞാൻ ഈ ഒരു ഏജ് ആകുമ്പോഴത്തേക്ക്, ഈ 10 വയസ്സിലൊന്നും എനിക്ക് ഈ ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. 10 വയസ്സിലൊക്കെ എന്റെ പ്രായത്തില് ഞാനൊക്കെ ഒതുങ്ങി കൂടിയിരിക്കുന്ന ഒരു ടൈപ്പായിരുന്നു. പക്ഷെ ഇപ്പം കുറെ ഓപ്പർച്യൂണിറ്റീസ് TV തന്നത് കൊണ്ട് തന്നെ അതൊരു വലിയ കാര്യമാണ് ചേച്ചിക്ക്. അപ്പം ശരിക്കും ഇങ്ങനെ ഒരു മകള് സപ്പോർട്ട് ചെയ്യാനുള്ളത് കൊണ്ട് ഇപ്പൊ പറഞ്ഞ പോലെ ഒരുപാട് ഇൻസിഡന്റ് ഉണ്ടായിട്ട് പോലും നിങ്ങളത് ഡ്രോപ്പ് ചെയ്യാതെ മുന്നോട്ട് പോവുക ചെയ്തു. പിന്നെ ഒരു വിന്നറായി, വലിയ കാര്യമാണ്. ആ ഒരു നിമിഷം നമ്മൾ മറക്കില്ല. എവിടെ തന്നെയാണോ? ഓസ്ട്രേലിയയിലാണ് പഠിക്കുന്നത്. അപ്പൊ അവിടുത്തെ ഫ്രണ്ട്സിനോടൊക്കെ പറയും ഞാൻ വിന്നറായി എന്നൊക്കെ അങ്ങനെയൊക്കെ പറയാലോ അല്ലേ? പക്ഷെ അവര് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇപ്പം ഇവള് ലാസ്റ്റ് ഇയർ ഒരു 3 മാസം പോയിട്ടുള്ളായിരിക്കും സ്കൂളിലെ, ബാക്കിയൊന്നും പോയിട്ടില്ല. അപ്പൊ എന്നും നമുക്ക് ഇങ്ങോട്ട് വരേണ്ടതുള്ളതുകൊണ്ട് പക്ഷെ അവര് ഭയങ്കര സപ്പോർട്ടീവായി. ഇങ്ങനെ ഒരു ഷോ ചെയ്യുവാണെന്നൊക്കെ പറയുമ്പം അവർ ആർട്സിനൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഓസ്ട്രേലിയയിൽ. അപ്പം അവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നമ്മളിപ്പോ ഇന്ന് പോകണമെന്ന് പറഞ്ഞാൽ പോലും ഒരു കുഴപ്പമില്ലാണ്ട് പെർമിഷനൊക്കെ തരുന്നുണ്ടായിരുന്നു. അപ്പം നല്ല സപ്പോർട്ടീവാണ് സ്കൂളിൽ. ഒരു പക്ഷേ ഈ ഒരു ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നിരുന്നെങ്കിൽ ഉള്ള ഒരു അവസ്ഥ ഭയങ്കര വിഷമമായിരുന്നു. ഇത് ഞാനായിട്ട് ക്വിറ്റ് ചെയ്തു. ഇപ്പൊ ഇൻ ബിറ്റ്വീൻ ഞാൻ എലിമിനേറ്റ് ആയി പോവാന്ന് വെച്ചാല് അത് ശരി, നമ്മുടെ പെർഫോമൻസ് താന്ന് നിന്നുകൊണ്ടാണ് പോയിന്നത്. പക്ഷെ ഞാനായിട്ട് ക്വിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അത് നമുക്ക് എപ്പോഴും ആലോചിക്കുമ്പോഴും അത് ഒത്തിരി വിഷമം തരുന്നതായിരുന്നു. അതുകൊണ്ട് ഡ്രോപ്പ് ചെയ്ത് ചെയ്യാത്തത് നമ്മുടെ റൈറ്റ് ഡിസിഷൻ ആയിട്ട് തോന്നുന്നു. അത് ശരിക്കും അതൊരു നല്ല തീരുമാനമാണ് ഇപ്പൊ തോന്നിയിട്ടില്ലേ? ഉറപ്പായും 3 പ്രാവശ്യം ക്വിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. 3 പ്രാവശ്യം ക്വിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ ഇങ്ങനെ ഒരു മകളുള്ളതുകൊണ്ട് ചേച്ചിക്ക് ക്വിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഞാൻ പറയും ശരിക്കും അവളുടെ എനിക്ക് ആദ്യം തന്നെ മനസ്സിലായി ഷീസ് വെരി ബോൾഡ് ആണ് എനിക്ക് മനസ്സിലായി. അതെ. ആരോ ഒരു കമന്റ് പറയുകയും ചെയ്തു, ശരിക്കും ഇവള് ഞാൻ ഇങ്ങനെ വർത്താനം പറയുന്നേ ഉള്ളൂ, ശരിക്കും കാര്യങ്ങൾ ഗൗരവത്തോടെയും അതിന്റെ ആ ഒരു പക്വതയോടെയൊക്കെ എടുക്കുന്നത് ഇവള് തന്നെയാ. ചില സമയത്ത് കാര്യങ്ങളിൽ തീരുമാനമായില്ലേ? ചില സമയത്ത് ഞാൻ ഡൗൺ ആയിരിക്കുമ്പോ പോലും എന്റെ അടുത്ത് എനിക്ക് കുറച്ച് അമ്മ ഇങ്ങനെ ആവരുത്, കുറച്ചുകൂടെ ബോൾഡ് ആവണം അമ്മ എന്നിങ്ങനെ പറഞ്ഞ് എന്നെ മനസ്സിലാക്കി തരാറുണ്ട്. ഈ 10 വയസ്സുകാരിയുടെ എല്ലാ ഗൈഡ് അത് തന്നെയാണ്. അപ്പം വേദികയായിരുന്നു ഗൈഡ് എന്നാണ് അമ്മ പറയുന്നത്. അത് ട്രെയിനറാണ് ശരിക്കും അല്ലേ? ട്രെയിനർ ചെയ്ത് ആണ് ഇങ്ങനെ എത്തിയത് ശരിക്കല്ലേ? കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതിനൊക്കെ ഇങ്ങനെ വന്നൊരു വിന്നറായി. ശരിക്കും ഞാൻ റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിലുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ ഈ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ശരിക്കും ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ ഇപ്പൊ ചേച്ചിയാണ് ഈ സ്ഥാനത്ത് 5th വന്നെങ്കിൽ ആ ഒരു മൊമെന്റോ സ്വീകരിക്കായിരുന്നോ? ഞാൻ പറഞ്ഞ മൊമെന്റ് സ്വീകരിക്കുമായിരുന്നു. നമുക്ക് തരുന്ന ഒരു അതും ശ്വേതാജിയോ ശ്വേതാജിയും ലാൽജോ സാറും എല്ലാ പേരും അടങ്ങിയ ഒരു ആർട്ടിസ്റ്റ് എല്ലാവരും അവിടെ ഉള്ളതാണ്. അപ്പം അവരുടെ മുമ്പ് അവരിങ്ങനെ കൊണ്ടു തരുമ്പോഴത്തേക്ക് ഒരിക്കലും ഞാൻ മൊമെന്റ് സ്വീകരിക്കാതിരിക്കത്തില്ല. പക്ഷെ ഞാൻ നല്ല പെർഫോമൻസ് ചെയ്തിട്ട് അപ്പം നമ്മള് പിന്നെ ആ ഓൺ സ്റ്റേജിൽ അല്ലെങ്കിൽ പോലും എനിക്ക് അങ്ങനെ തോന്നുവാണ്, ഞാനാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത്. എല്ലാവരുടെയും ഒരു ഓഡിയൻസും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെ നമുക്ക് തോന്നുവാണെങ്കിൽ ചോദിക്കും എന്തുകൊണ്ട് നമ്മൾ 5th പൊസിഷനിലേക്ക് എത്തിയെന്ന് ഞാനത് ചോദിക്കും. അപ്പം എനിക്ക് അതിൻ്റെ ഒരു കമന്റ് ചിലപ്പോൾ ഞാൻ ചോദിക്കുമായിരിക്കും, നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് എനിക്ക് 5th പൊസിഷൻ ആയത് എന്തുകൊണ്ടെന്ന് ചിലപ്പോൾ ഞാൻ ചോദിക്കുമായിരിക്കും. പക്ഷെ ഒരിക്കലും ഞാൻ ആ മൊമെന്റ് നിരസിക്കത്തില്ല. നമുക്ക് തന്നെ നമ്മളെ ഒരു സ്വയം വിലയിരുത്തൽ ഉണ്ടാവില്ലേ അല്ലെ? നമ്മളിപ്പോൾ ഒരു പെർഫോമൻസ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ തോന്നും ഓക്കെ നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്തു. മറ്റ് കണ്ടസ്റ്റൻസ് അതിനെയും നന്നായിട്ട് പെർഫോം ചെയ്തെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ പറയത്തില്ല, അങ്ങനെ ഞാൻ ചോദിക്കത്തില്ല. ഓക്കെ അവരെന്നെക്കാളും പെർഫോം ചെയ്തു, അവർക്ക് അത് കിട്ടി, അതെന്ന് പറഞ്ഞ് ഞാൻ അവരെക്കാളും താഴ്ന്ന എന്ന് ഞാൻ ചിന്തിക്കത്തില്ല. ഓക്കെ 5th ആയാലും 4th ആയാലും എനിക്ക് 1st ആയാലും ഞാൻ അവർക്കുന്ന ഒരു പടി എനിക്ക് നന്നായിട്ട് എനിക്ക് ഈ പ്രാവശ്യം എനിക്കൊന്ന് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ നമുക്ക് ഈ പൊസിഷനിലേക്ക് വന്നതെന്ന് പറഞ്ഞ് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ നോക്കും.
ശരിക്കും ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്, ഇങ്ങനെ വേണ്ട എന്നൊക്കെ വെച്ചിട്ട് റിജക്ട് ചെയ്ത് പോവാന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം ഈ കമന്റ്സിനൊക്കെ എതിരെ പ്രതികരിക്കണം എന്ന് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ? കാരണം കമന്റ്സ് വരാണല്ലോ, അവരുടെ വീഡിയോ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വിവാദം വന്നപ്പം ഫ്രണ്ട്സ് ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ? ഉണ്ട്. എന്നോട് ഓസ്ട്രേലിയയിൽ നിന്ന് ഒത്തിരി പേര് പറഞ്ഞു ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട് വിദ്യ, എന്താണ്? അപ്പം എന്തുകൊണ്ട് അത് അവരിൽ നിന്ന് അത് എക്സ്പെക്ട് ചെയ്തില്ല. കാരണം നമ്മളാണെങ്കിൽ പോലും മുമ്പ് ഈ പറഞ്ഞ പോലെ നല്ല നമ്മൾ തമ്മിൽ ഭയങ്കര നമ്മളെല്ലാവരും നല്ല കൂട്ടമല്ലായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഇത് എക്സ്പെക്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? അപ്പൊ അവരെല്ലാവരും കുറെ പേരൊക്കെ കണ്ടു, ലൈവ് പ്രോഗ്രാം കണ്ടു. പക്ഷെ എന്തുകൊണ്ട് അവര് അങ്ങനെ എക്സ്പെക്ട് ചെയ്തു, ഫസ്റ്റ് കിട്ടും എന്ന് എന്തുകൊണ്ട് അവർ എക്സ്പെക്ട് ചെയ്തിരുന്നു എന്നുള്ളതിന് എനിക്ക് ഉത്തരവില്ല. അപ്പം അതിപ്പോ ആ സമയത്ത് ഉള്ള പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ എല്ലാവർക്കും പോയിന്റും പൊസിഷൻസും അവിടെ കൊടുത്തത്. അത് പിന്നെ എനിക്ക് കമന്റ് ഇല്ല എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത്. പിന്നെ ഈ ഇതിനകത്ത് വരുന്ന കമന്റ്സിന്റെ ഇതിനകത്ത് ഉള്ള മറുപടിയാണ് പറഞ്ഞത്. ഒരു ക്യാഷ് ഉള്ളവർ ഇതിനകത്ത് നിലനിൽക്കുമെന്ന് പറഞ്ഞാൽ ക്യാഷ് ഇല്ലാത്തവരും ഫിനാലെ വരെ എത്തിയില്ലേ. ഫിനാലെ സ്റ്റേജിൽ ഈ പറയുന്ന പോലെ ക്യാഷിന്റെ ബുദ്ധിമുട്ട് പറയുന്നവരും ഫിനാലെ സ്റ്റേജിൽ എത്തി നിൽക്കുന്നവരായിരുന്നു. ഫിനാൻഷ്യലി ഡൗൺ ആയിട്ടാണ് അവര് കയറി വന്നത്. അല്ലെങ്കിൽ അവരെ വിളിച്ചു പറഞ്ഞ സമയത്ത് എന്താ പറയാ, ഒരു 3 months മാത്രമാണ് റിയാലിറ്റി ഷോ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചേച്ചി പറഞ്ഞു 1 year ഉണ്ടായിരുന്നു. അപ്പം ശരിക്കും ഓണം വരെയുള്ള ഷൂട്ട് 1 year ആക്കി പോവാന്ന് പറയുമ്പോൾ ശരിക്കും രണ്ടൊരു ഡിസ്മാച്ച് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ വേണം. അത് ഓക്കെ, അത് അന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ഇതിന്റെ ഡയറക്ടർ സതീഷ് സാറ് നമ്മളെല്ലാവരെയും വിളിച്ചിരുത്തി ഒരു ഡിസ്കഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഷോയ്ക്ക് നല്ല റേറ്റിംഗ് ഉണ്ട്, മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്റ്റെൻഡ് ചെയ്യാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ബാക്കി എല്ലാവരെക്കാളും കൂടുതൽ എന്നോട് ചോദിച്ചു വിദ്യക്ക് ഓക്കെ ആണോ. കാരണം വിദ്യ ഇവിടെ ഉള്ളതല്ല, നമ്മള് ഓസ്ട്രേലിയയിൽ നിന്ന് ഇങ്ങോട്ട് വരേണ്ടതാണ് എന്ന് ചോദിച്ചു. എന്നോട് മാത്രം എല്ലാവരോടും ചോദിച്ചു. അപ്പം ഏറ്റവും കൂടുതൽ നമുക്കായിരുന്ന ബുദ്ധിമുട്ട് നമുക്ക് ട്രാവലിന്റെ കാര്യം വരുന്നുണ്ട്. എല്ലാവരും ഓക്കെ പറഞ്ഞു, ഞാനും ഓക്കെ പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞില്ലേ, വേറെ എന്ത് ബാക്കി ഫിസിക്കലിയും നമുക്കൊരു ഇഷ്യൂ വന്നാൽ പോലും ക്വിറ്റ് ചെയ്യാത്ത ഒരിടത്ത് എക്സ്റ്റെൻഡ് ചെയ്യാൻ നമുക്ക് അത്രയും റൗണ്ട്സ് കൂടുതൽ കിട്ടും, അത്രയും എക്സ്പോഷർ കിട്ടും, നമ്മുടെ കഴിവുകൾ കൂടുതൽ തെളിയിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മളെല്ലാവരും എഗ്രി ചെയ്തിട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്തത്. അപ്പോഴും പ്രൈസ് മണി അത് തന്നെയാണ്. പ്രൈസ് മണിയെ കുറിച്ചൊരു ഡിസ്കഷൻ ആരും ചെയ്തിട്ടില്ല അവിടെ. അപ്പം ഇപ്പം പേഴ്സണലി ഞാൻ പ്രൈസ് മണിക്ക് വേണ്ടിയിട്ട്, പ്രൈസ് മണി 3 ലക്ഷമാണ്, അതിന് വേണ്ടിയിട്ടല്ല ഞാൻ മത്സരിച്ചത്. എനിക്ക് ഫൈനലിൽ എത്ര നല്ല പെർഫോമൻസ് ചെയ്യണം, കിട്ടുന്ന സ്റ്റേജുകൾ മാക്സിമം പെർഫോം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ശരിക്കും നിങ്ങളുടെ എക്സ്പെൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പെൻസ് ഇപ്പം ഓരോരുത്തർക്കും ഓരോ എക്സ്പെൻസ് ആയിരിക്കും. എനിക്കെന്ന് വെച്ചാൽ ട്രാവലിന് നോക്കണം, ഫ്ലൈറ്റ് ടിക്കറ്റ്, പിന്നെ ഓരോ റൗണ്ടിന് നമ്മൾ പെർഫോം ചെയ്യുന്നതിന് ഉള്ള എക്സ്പെൻസ്, അങ്ങനെ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള എക്സ്പെൻസ് ആയിരിക്കും. ഇപ്പൊ നമുക്ക് എക്സ്പെൻസ് വെച്ച് തൂക്കാൻ പറ്റത്തില്ല, പ്രൈസ് മണിയും ഇതും വെച്ചിട്ട് തൂക്കാൻ അങ്ങനെ പറ്റത്തില്ല. കാരണം നമ്മൾ ഒരു എഗ്രിമെന്റും നമുക്കൊരു തിരിച്ചിങ്ങോട്ടൊരു കാശ് കിട്ടണമെന്നോ അങ്ങനെയൊന്നും നമ്മുടെ കോൺട്രാക്റ്റിലോ നമുക്ക് അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ 5th പൊസിഷൻ ഭയങ്കര മോശമാണോ ചേച്ചി? മീൻസ് എന്താ പറയാ, 5th പൊസിഷൻ ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണല്ലോ ഇപ്പൊ നടക്കുക. അപ്പൊ ശരിക്കും അതൊരു കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ടോ? ഒരിക്കലും പൊസിഷനെ വെച്ച് വിലയിരുത്താൻ നമുക്ക് പറ്റില്ല. ഇത് പറഞ്ഞില്ലേ, നമ്മളെ ടോപ്പ് 5 കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞ് എടുത്തത് പോലും ബാക്കിയെല്ലാം ബാക്കിയുള്ള 7 അമ്മമാരും മോശമാണെന്നല്ല, അല്ലെ? അവർക്കും കഴിവുണ്ട്. പക്ഷെ ആ ഒരു പൊസിഷൻ വന്നത് പോയിന്റ് അടിസ്ഥാനത്തിൽ, ആ സമയത്തെ പെർഫോമൻസ് അടിസ്ഥാനത്തിൽ. ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ ഒരു വിന്നർ വേണം. ഒരു വിന്നറല്ല, നമുക്കൊരു പൊസിഷൻ എന്തായാലും ചെയ്തേ പറ്റൂ. 1st, 2nd, 3rd, 4th, 5th. അപ്പം ഈ 5 പേരുടെയും പെർഫോമൻസ് ആരുടെയാണോ ഏറ്റവും കൂടെ അവർക്ക് ഫസ്റ്റ്, അങ്ങനെ പൊസിഷൻ അവർ തരംതിരിക്കാൻ, എല്ലാവർക്കും ഫസ്റ്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് തന്നെയാണ് 5th പൊസിഷൻ ഒരിക്കലും മോശം പൊസിഷൻ അല്ല. എല്ലാ ടോപ്പ് 5 കണ്ടസ്റ്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഇത്രയും പേരിൽ നമ്മൾ എത്തിയില്ലേ, അത് തന്നെ ഒരു വലിയ കാര്യമാണ്. അല്ല, അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താ, മനോരമയിലൊരു അമ്മയും മകളുണ്ടായിരുന്നല്ലോ. അപ്പം അവര് തൊട്ട് മുന്നാണ് പോയത്. അങ്ങനെയൊക്കെയാണെങ്കിൽ അവരെന്തുമാത്രം എന്താ പറയാ, എല്ലാ പ്രതികരണമായിട്ട് മുന്നോട്ട് വരേണ്ടതാണ്. ഇതെല്ലാം ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഇതാണ്. അവർക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും, നമ്മൾ തന്നെ അങ്ങനെ ഉണ്ടായിരുന്നായിരിക്കും. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത്. ഇതെല്ലാം നമുക്ക് അതിനൊന്നും കമന്റ് ചെയ്യാൻ പറ്റത്തില്ല. അതെല്ലാം ഒരു പേഴ്സണൽ ഇമോഷൻ എല്ലാം വരുന്ന ഒരു സംഭവമാണ്.
ഒരിക്കലും ഒരു ഫസ്റ്റ് എത്തി വിന്നറാന്ന് പറഞ്ഞല്ലോ. ആ അപ്പൊ ആ ഒരു അവിടെ ശരിക്കും ഇമോഷണലി എന്തായാലും രണ്ടുപേര് ശരിക്കും കരഞ്ഞു. അമ്മ എന്താ പറഞ്ഞ കരഞ്ഞിരുന്നോ അമ്മ? ആ കരഞ്ഞിരുന്നു. നമ്മൾ രണ്ടുപേരും സ്റ്റേജിൽ കരഞ്ഞു. സ്റ്റേജിൽ അപ്പം സ്റ്റേജിൽ ആ ശ്വേത മേനോൻ നമ്മുടെ കൈ പിടിച്ച് പൊക്കുമ്പോഴത്തേക്ക് ഞാനും കരഞ്ഞു, ഇവളും കരഞ്ഞു. നമുക്ക് ആ കരഞ്ഞു. കാരണം നമ്മുടെ എന്ത് പറയുന്നത്, നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ മാത്രമല്ല എല്ലാവരും കഷ്ടപ്പെട്ടാണ്. ആ പോയിന്റ് എനിക്ക് എടുത്തെടുത്ത് പറയണം. കാരണം ഒരാൾ മാത്രമല്ല കഷ്ടപ്പെട്ട, എല്ലാവരും അവിടെ വരുന്ന എല്ലാവരും എന്ന് വെച്ചാൽ എല്ലാവരും സാധാരണ അമ്മയും മക്കളുമാണ്. അപ്പൊ അവരെല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് പെർഫോമൻസ് ചെയ്യുന്നത്. പക്ഷെ നമ്മള് ആ 2 ആഴ്ച ഞാനും അവളും ഒരു ദിവസം വിടാതെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഇപ്പൊ രാവിലെ നമുക്ക് ബീച്ച് പ്രാക്ടീസ് ആയിരുന്നു. വെളുപ്പിന് 5:30 പോകണം. 5:30 പോയി നമ്മൾ ബീച്ച് പ്രാക്ടീസ് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത ഡാൻസിന് പോകും. അപ്പം എന്ന് വെച്ചാല് ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. നമ്മുടെ ഒരു ബോഡിയിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ജിംനാസ്റ്റിക് പോലെ ഒരു ഏരിയൽ ആക്ട് പോലത്തെ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് എനിക്ക് ശരിക്കും ഉണ്ടായിരുന്നു. ഞാൻ ഫിസിയോതെറാപ്പിനൊക്കെ കണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ബീച്ച് പ്രാക്ടീസ് 5 മണിക്കൊക്കെ എണീറ്റ് അയ്യോ അവള് ശരിക്കും ഭയങ്കരല്ലേ. അതാ പറഞ്ഞ നമ്മള് ബുദ്ധിമുട്ടിയതിന്റെ ആ ഒരു ഫലം കണ്ടു എന്നുള്ളത്. അപ്പം ഈ ഔട്ട്ഡോർ ടാസ്ക് ഒക്കെ വരില്ലേ ചേച്ചി? അപ്പൊ എങ്ങനെ ഷൈ ഉണ്ടായിരുന്നു? നമ്മുടെ ഔട്ട്ഡോർ ടാസ്ക് ഭയങ്കര അടിപൊളിയായിരുന്നല്ലേ. ശരിക്കും ഞാൻ എൻജോയ് ചെയ്ത ഒരു ടാസ്ക് ആയിരുന്നു. അത് നാടോടിയായിട്ടായിരുന്നു. നമ്മൾ ആ ഗുജറാത്തി സ്റ്റൈലിലും തലയിൽ ഷോളൊക്കെ ഇട്ട് ശരിക്കും എവളും അങ്ങനെ തന്നെ ശരിക്കും അമ്മയും മോളും ഗുജറാത്തി ടൈപ്പ് ഡ്രസ്സ് ഇട്ട് മൊത്തം കരിയൊക്കെ തേച്ച് കണ്ടാലൊരു ഗുജറാത്തി പോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ പോയിട്ട് ഓരോ കാറിൽ പോയിട്ട് നമ്മള് മൊബൈൽ ഹോൾഡർ വെക്കുമായിരുന്നേ. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോ 2 പേര് വന്ന് മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ആസ് യൂഷ്വൽ പെണ്ണുങ്ങളെ കാണുമ്പോൾ ആ ഒരു അങ്ങനെ. അപ്പൊ ഞാനിങ്ങനെ ഒച്ചപ്പാട് എടുക്കാൻ തുടങ്ങിയപ്പം കാറിൽ പോയ ഒരു ലേഡി പോലീസ് കാണുകയും അവിടെ ഇറങ്ങുകയും അതൊരു വൻ ഇഷ്യൂ ആവുകയും എന്ന് വെച്ചാൽ ഒത്തിരി കുറെ പോലീസ് ഓഫീസേഴ്സ് ഒക്കെ വന്ന് നമ്മളെ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നു. ഇത് എന്താണ് നടക്കുന്നത്, അവർ വിശ്വസിക്കുന്നില്ല നമ്മൾ ശരിക്കും നമ്മളെ ഗുജറാത്തികളല്ല ഇങ്ങനെ ഷൂട്ടാണ്, ഒരു റിയാലിറ്റി ഷോ ആണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ആദ്യമേ തിരിച്ചു പോയായിരുന്നു. അവിടെ സ്റ്റിൽ പോലീസ് ഓഫീസേഴ്സൊക്കെ ആയിരുന്നു. അവർ വിശ്വസിക്കുന്നില്ല. പിന്നെ നമ്മളെ തിരികെ നമ്മളെ കൊണ്ട് പറയിപ്പിച്ചപ്പോഴാണ് അവർ മനസ്സിലാക്കിയത് ഇങ്ങനെ ഒരു ഷോ ആണെന്നൊക്കെ. അത് നന്നായിട്ട് എൻജോയ് ചെയ്തു. കാരണം നമ്മൾ റിയൽ ആയിട്ട് നാടോടികളായിട്ട് ചെയ്ത ഒരു ഇതായിരുന്നു. അത് ഔട്ട്ഡോർ ടാസ്ക് ഭയങ്കര ഗംഭീരമായിരുന്നു. എല്ലാവർക്കും പല പല റൗണ്ടായിരുന്നു. ഫിഷ് മാർക്കറ്റിൽ മീൻ വിൽക്കുന്ന റൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഓരോ അമ്മമാർക്കും മക്കൾക്കും നല്ല രസകരമായ ഒരു ടാസ്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. അത് എൻജോയ് ചെയ്തു. ശൈത്യനെയും അമ്മ ഷീനേനെയും മുന്നേ അറിയാമായിരുന്നോ? ഇല്ല, റിയാലിറ്റി ഷോയിൽ വന്ന ശേഷമാണ് പരിചയം. അവര് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പലതവണ ഫസ്റ്റ് കിട്ടും അങ്ങനെ എൻ്റെ അടുത്ത് എനിക്കായിരിക്കും ഫസ്റ്റ്, അവർക്കായിരിക്കും ഫസ്റ്റ് എന്നൊരു രീതിയിൽ ഇതുവരെയും സംസാരിച്ചിട്ടില്ല. വേറെ പലർക്കും ആയിരിക്കും ഫസ്റ്റ് എന്ന് ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അവര് ഫസ്റ്റ് എക്സ്പെക്ട് ചെയ്തായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയത്തില്ലല്ലോ. അങ്ങനെ ഫസ്റ്റ് കിട്ടും എന്നുള്ള കാര്യങ്ങളിൽ എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? എന്നോട് പെർഫോമൻസ് വളരെ ഗംഭീരമായിരുന്നു എന്ന് പറഞ്ഞു. നിന്റെ പെർഫോമൻസ് ആയിരുന്നു ഭയങ്കര ഗംഭീരമായിരിക്കുന്നു. ഗ്രൂമിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഇവർ രണ്ടും നമ്മുടെ എല്ലാ കണ്ടസ്റ്റൻസും കണ്ടില്ലായിരുന്നു. അപ്പം ഇവര് കണ്ടായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു നിന്റെ പെർഫോമൻസ് ഭയങ്കര ഗംഭീരമായിട്ടുണ്ട്, അടിപൊളിയായിട്ട് നീ ചെയ്യുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കറിയില്ല, അതുകൊണ്ട് ഒന്നിപ്പോ പറയാൻ പറ്റില്ല. അതെ അതെ. ഇപ്പൊ നമുക്കൊന്നും ആൾക്കാരായിരുന്നല്ലോ നിങ്ങൾ. അതെ അതെ. ഇപ്പൊ ഒരു കാര്യം ഞാൻ എല്ലാ പ്രേക്ഷകരോടും പറഞ്ഞു. ഇപ്പൊ ഒരു മനുഷ്യന്റെ ഒരു ഫീലിങ്സ് വേറെയാണ് അല്ലെ. ഇപ്പൊ തന്നെ ഇങ്ങനെ വന്നിരുന്നു. അപ്പൊ അവരുടെ മനസ്സിൽ അങ്ങനെ ആയിരുന്നു എക്സ്പെക്ടേഷൻ. അതുകൊണ്ടാണ് അവരങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പം അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പൊ നമ്മളതിന് അർഹരല്ല, അത് നമുക്ക് അല്ലാതെ കിട്ടിയെന്ന് പറഞ്ഞാൽ അത് ഞാൻ എഗ്രി ചെയ്യത്തില്ല. അവര് ഹാർഡ് വർക്ക് ചെയ്തില്ല എന്നല്ല. പക്ഷെ അതുപോലെ തന്നെ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തു. പിന്നെ ആ ഒരു സ്റ്റേജിൽ നമ്മൾ കാണിക്കുമ്പോൾ വരുന്ന ആ ഒരു
ഇപ്പം ഒരു പെർഫോമൻസ് വരുമ്പോൾ ഓഡിയൻസിന് എങ്ങനെയാണ് അത് വിലയിരുത്തുന്നത്, ഒരു ജഡ്ജ് എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്ത വേറെ റൗണ്ടുകളൊക്കെ ഉണ്ടായിരുന്നേ. മറ്റൊരു ദേവിയുടെ ഒരു പെർഫോമൻസ്, അത് ഞാൻ വ്രതം വരെ എടുത്ത് ചെയ്തതാണ്. വ്രതം എടുത്തു, ദേവിയുടെ വേഷം ധരിക്കാൻ വേണ്ടി വ്രതം. പക്ഷെ അതെനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല, നന്നായിട്ട് അത് ചെയ്യാൻ പറ്റില്ല, പ്രാക്ടീസ് ഒക്കെ കുറവുണ്ടായിരുന്നു. അപ്പൊ ഞാനത് അക്സെപ്റ്റ് ചെയ്തു. അന്ന് ഞാൻ എലിമിനേഷന് നിന്നു, ആ ഷെഡ്യൂളിൽ ഞാൻ എലിമിനേഷന് നിന്നു. പക്ഷെ എന്തുകൊണ്ടോ മറ്റു റൗണ്ടിൽ എനിക്ക് കുറച്ച് പോയിന്റ് ഉള്ളതുകൊണ്ട് ഓരോ സമയമാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളതേ. ചിലത് നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ചിട്ട് ചെയ്യും, പക്ഷെ അത് ചിലപ്പോൾ വർക്ക്ഔട്ട് അല്ല. അതെല്ലാം എല്ലാ കലാകാരന്മാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ. നമ്മളിപ്പം ഓരോ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോഴേ ചിലപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് ചിലപ്പം നമ്മുടെ മനസ്സിൽ നന്നായിരിക്കും, പക്ഷെ ഫുള്ളായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അത് ഓരോ പോയിന്റ് ആണ്. അത് അക്സെപ്റ്റ് ചെയ്യണം. കലാകാരന്മാരായ നല്ലത് കണ്ട നല്ലതെന്നും നമ്മൾ ചെയ്തത് മാത്രമാണ് നല്ലത് എന്ന് പറയാതെ വേറൊരു പെർഫോമൻസ്, നല്ലൊരു പെർഫോമൻസ് കണ്ട നല്ലതാണ്, അവര് നല്ലതായിട്ട് ചെയ്തു, അതുകൊണ്ടാണ് അവർക്ക് കിട്ടിയത് എന്ന് അഗ്രി ചെയ്യാൻ പഠിക്കുന്നതായിരിക്കും ശരിക്കുമുള്ള കലാകാരന്മാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലോ. അപ്പോ ആരെങ്കിലും ശ്വേത ചേച്ചിയോ അല്ലെങ്കിൽ സ്വാസിക ചേച്ചിയോ വിളിച്ചിട്ടുണ്ടായിരുന്നോ? എന്നോട് അല്ല, ഇത് കണ്ടിട്ട് ഇങ്ങനെ കുറെ പേര് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നുള്ള രീതിയിൽ. പക്ഷെ അവർക്ക് പറയാനുള്ള കമന്റ് ആണ്. അവിടെ ശ്വേതാജിയും സ്വാസികയും ഒക്കെ അവർക്ക് ഫസ്റ്റ് ഓൺ സ്പോട്ടിൽ ഇങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോ അവർക്ക് വിഷമമായി, അവർ ഡിസ്റെസ്പെക്ട് പോലെ തോന്നി. അതിൻ്റെ അത് ചെയ്തോളൂ. ശരിക്കും അത് ഇത്രയും പേര് കാണുന്ന ഒരു റിയാലിറ്റി ഷോ ആണ്. നിങ്ങൾ ഓരോ ദിവസം കാരണം എല്ലാവരും സപ്പോർട്ട് ചെയ്താണ് ഇത്രയും എത്തുന്നത്. പിന്നെ ജഡ്ജസ് ഡിസൈഡ് ചെയ്തെടുക്കുന്നത് കുറെ കാര്യങ്ങളിലായിരിക്കും. ചുമ്മാ വെറുതെ പോയി ഡിസൈഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. എല്ലാ കാര്യത്തിലും നിങ്ങൾ ആപ്റ്റ് ആണെന്ന് ചിന്തിച്ചു കൊണ്ട് എടുക്കുന്നതാണല്ലോ. അപ്പൊ പെട്ടെന്ന് ഒരു നിമിഷത്തില് സ്വീകരിക്കാതെയൊക്കെ ഇറങ്ങി പോവാന്ന് പറയുമ്പോൾ ശരിക്കും അത് നിങ്ങളൊരു രീതിയിൽ എങ്ങനെയായിരിക്കും അത് കാണാം? ഒരു എന്താ പറയാ, റെസ്പെക്ട് ഇല്ലായ്മയാണോ? നമുക്കത് ഒരിക്കലും ഓക്കെ ഞാനെന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ അപ്പൊ എന്തായാലും ഞാൻ അത് സ്വീകരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരാളുടെ പേഴ്സണൽ ഇമോഷൻ ആണത്. അപ്പം ആ സമയത്ത് അവർക്ക് എന്ത് തോന്നുന്നെന്ന് ശരിക്കും ഒരു സ്റ്റേജ് നിൽക്കുമ്പോൾ അതെന്ത് തോന്നുന്നു, ആ സ്പോട്ടിൽ തോന്നുന്നു നമുക്കറിയില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ആ ഒരു സ്റ്റേജിൽ സത്യം പറഞ്ഞാൽ ഓക്കെ, ഞാൻ എക്സ്പെക്ട് ചെയ്യാനൊന്നൊരു പറഞ്ഞ വ്യക്തി മനസ്സിൽ ഓക്കെ പെർഫോമൻസ് നല്ലതാണോ ചീത്തയാണോ എന്നല്ല, ഞാൻ പറയും ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിട്ട് ഞാൻ വിചാരിക്കുകയാണ് എനിക്കാണ് ഫസ്റ്റ് എന്നിങ്ങനെ മനസ്സ് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കാണ് ഫിഫ്ത്ത് എന്ന് പറയുമ്പം പെട്ടെന്ന് ഒരു ഷോക്ക് അവരുടെ മനസ്സിൽ വരും ഇല്ലേ. അപ്പം പെട്ടെന്ന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് അറിയത്തില്ല സ്റ്റേജിൽ. അങ്ങനെ ആണെങ്കിൽ അപ്പം മീൻസ് എന്തെങ്കിലും പറഞ്ഞാണെങ്കിൽ ഓക്കെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവര് ചിന്തിച്ചു നോക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് അങ്ങനെ ഒരു പേഴ്സണൽ അങ്ങനെ വെച്ചിട്ട് പറയുകയല്ല. പക്ഷെ ഞാനത് വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ ചിന്തിക്കും, അങ്ങനെ എന്തുകൊണ്ട് ഞാൻ അതിലായി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം ചിലപ്പോൾ ചിന്തിക്കും. ഈ പല സ്റ്റേറ്റ്മെന്റുകളും പറഞ്ഞപ്പോ ചേച്ചിക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാര്യങ്ങള് ഹേർട്ട് ആയിട്ടുണ്ടോ? അങ്ങനെയല്ല, ഒരു കാര്യം പറഞ്ഞെന്ന് വെച്ചാൽ ഇതൊരു സൂപ്പർ ഡാൻസർ ഷോയാണ്. ബാക്കി എല്ലാ അമ്മമാരും ഡാൻസേഴ്സ് ആണ്, അവർ മാത്രമാണ് ഡാൻസേഴ്സ് അല്ലാത്തത്. അപ്പം ചേച്ചി മാത്രമാണ് ഡാൻസർ അല്ലാത്തതായിരുന്നത്. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇതൊരു സൂപ്പർ ഡാൻസർ ഷോ ആണെങ്കിൽ ടോപ്പ് 5 കണ്ടസ്റ്റൻസ് എല്ലാവരും ഡാൻസേഴ്സ് തന്നെ ആയിരിക്കും അല്ലേ. ആ ഒരു രീതിയിലായിരിക്കും എലിമിനേഷനും കാര്യങ്ങളും ഒക്കെ നടന്നത്. ഒരു ഡാൻസ് റിയാലിറ്റി ഷോ ആയിരുന്നെങ്കിൽ അങ്ങനെ ആയിരിക്കും വന്നത്. ഇപ്പൊ ടോപ്പ് 5 കണ്ടസ്റ്റൻസ് എല്ലാവരും ഡാൻസേഴ്സ് അല്ലായിരുന്നു. ഇപ്പം ഈവൻ നമ്മുടെ പെർഫോമൻസിന് നമ്മൾ ഡാൻസ് അല്ല, നമ്മുടെ സ്ട്രെങ്ത് കാണിച്ചത് നമ്മൾ ഡാൻസ് അല്ല ചെയ്തത്. അപ്പൊ അത് തന്നെ പറയട്ടെ, ആ ഒരു പോയിന്റ് ആണ് എനിക്കൊന്ന്. ഇപ്പം കുറെ പേര് എന്നോട് ചോദിച്ചു, ഇതൊരു സൂപ്പർ ഡാൻസർ ഷോ ആയിരുന്നോ, ഫൈനൽ പെർഫോമൻസ് എല്ലാം ഡാൻസ് ആയിരുന്നോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പറയുന്ന വേർഡ്സ് കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോവാന്ന് പറയുന്നത്. എല്ലാം അയ്യോ ഡാൻസ് ആയിരുന്നു. അപ്പൊ ഒരുപാട് പേര് ചോദിച്ചു. ഈ പറയുന്ന പോലെ ഞാൻ പ്രൊഫഷണലി ഡാൻസ് പഠിച്ചിട്ട് ഒരാളല്ല. അപ്പം അതിനകത്ത് 3 റൗണ്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഫൈനലില് ഗ്രൂപ്പ് പെർഫോമൻസ്, പിന്നെ ഒരു നമ്മുടെ സ്ട്രെങ്ത് സിഗ്നേച്ചർ റൗണ്ട്, നമ്മുടെ സ്ട്രെങ്ത് എന്താണ് അത് ചെയ്യുന്ന റൗണ്ട്, പിന്നെ ഒരു ആറ്റിറ്റ്യൂഡ് റൗണ്ട്. അപ്പൊ ആദ്യത്തെ ഗ്രൂപ്പ് പെർഫോമൻസിൽ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ വ്യക്തമായിട്ട് ഡയറക്ടർ സാർ പറയുന്നുണ്ടായിരുന്നു,
ഓവറോൾ പെർഫോമൻസ്, ഇപ്പൊ ഒരു കണ്ടസ്റ്റൻസ് രണ്ടുപേരും തമ്മിലുള്ള പെർഫോമൻസ് അല്ല നോക്കുന്നത്, ഒരു 10 പേരടങ്ങിയ ഗ്രൂപ്പിന്റെ ഒരു പെർഫോമൻസ് ആയിരുന്നു അത്. ആ ഗ്രൂപ്പിന്റെ ഓവറോൾ പെർഫോമൻസ് ഫാക്ടർ നോക്കി, ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫാക്ടർ നോക്കി, ഒരു ഓവറോൾ ഫാക്ടർ നോക്കിയിട്ടായിരുന്നു പെർഫോമൻസ് വിലയിരുത്തുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് ഒരു കണ്ടസ്റ്റന്റ് വീക്ക് ആണ്, ഡാൻസ് ചെയ്യുന്നില്ല എന്ന് പോലും, പക്ഷെ ബാക്കി ഓവറോൾ ഗ്രൂപ്പ് പെർഫോമൻസ് നല്ലതായിരുന്നെങ്കിൽ അവിടെ പോയിന്റ് വീഴും. അങ്ങനെ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തേത് ഒരു ഡാൻസ് റൗണ്ടേ അല്ല, അത് നമ്മുടെ സ്ട്രെങ്ത് എന്താണോ അത് വെച്ചിട്ടാണ് റൗണ്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ രണ്ടുപേരും എടുത്തതും നമ്മൾ ഡാൻസ് അല്ല, ഡാൻസ് ഒരു 4 സ്റ്റെപ്സേ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത്, ബാക്കിയെല്ലാം പോളിലാണ് നമ്മൾ ചെയ്തത്. അതിനകത്തുള്ള ഓരോ ഫോർമേഷനും അതിന്റെ മേളിൽ കയറുകയോ ഇറങ്ങുകയോ ഒക്കെ ചെയ്യുന്നതായിരുന്നു നമ്മൾ ചെയ്തത് പോളില്. അപ്പം അതൊരു റിസ്ക് ഫാക്ടർ എടുക്കുന്നതായിരുന്നു നമ്മുടെ സ്ട്രെങ്ത്. അപ്പം ഈ റൗണ്ട് മാത്രമല്ല, ഈ മുമ്പത്തെ റൗണ്ടുകളിലും നമ്മൾ ഇതുപോലെ പുതിയത് കൊണ്ടുവരിക, ഏരിയൽ ആക്ട് കൊണ്ടുവരിക, എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ എപ്പോഴും നോക്കാറുണ്ടായിരുന്നു. അപ്പം അത് നമ്മുടെ ഒരു സ്ട്രെങ്ത് ആയിട്ട് ഞാൻ കാണുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്ത് അത് കാണിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ സ്ട്രെങ്ത്. അപ്പം നമ്മുടെ സിഗ്നേച്ചർ റൗണ്ടിൽ വീണ്ടും അത് തന്നെ എടുത്തു, നമ്മൾ പുതിയതായിട്ടൊരു കാര്യം പഠിച്ചു ചെയ്തു. പിന്നെ മൂന്നാമത്തെ റൗണ്ട് ആറ്റിറ്റ്യൂഡ് റൗണ്ട്. അപ്പൊ ഈ 3 റൗണ്ടിലും വളരെ വ്യക്തമായിട്ട് ഒരു ഡാൻസ് അറിയാത്ത ആൾക്കും വേണമെങ്കിൽ നന്നായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രമേ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതുള്ളൂ. വേറെ അതൊരു സൂപ്പർ ഡാൻസർ ഷോ അല്ല. പിന്നെ പലതരത്തിലുള്ള റൗണ്ടുകൾ, ന്യൂസ് റിപ്പോർട്ടിംഗ്, നമ്മുടെ എക്സ്പ്രഷൻ റൗണ്ട്, ഈ പറഞ്ഞ ഔട്ട്ഡോർ ടാസ്ക്. അമ്മ എന്ന നിലയില് മകള് ചെയ്ത ഏറ്റവും വൗ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു? ഇവളുടെ മറ്റേ തേന്മാവിൻ കൊമ്പത്തിലെ എക്സ്പ്രഷൻ റൗണ്ട് തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും. കാരണം അവള് ഡയലോഗ് പറഞ്ഞ് അതത്ര ഈസി ആയിട്ടുള്ളല്ലോ. ഇപ്പൊ ഓരോ അതിനകത്ത് മോഹൻലാലിന്റെ നെടുമുടി സാറിന്റെ എല്ലാത്തിന്റെയും ഓരോരുത്തരടുത്തും ഓരോ മോഡുലേഷനിലെ രീതിയിൽ അവള് നന്നായിട്ട് പെർഫോം ചെയ്തവരുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നിയ ഒരു റൗണ്ടായിരുന്നു ഇവളുടെ ആ റൗണ്ട്. പിന്നെ ഇവളിങ്ങനെ എന്നെ ഓരോ റൗണ്ടിലും ഇങ്ങനെ പുതിയതായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ എൻ്റെ ഒപ്പം നിൽക്കുന്നതൊക്കെ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനമായിട്ട് തോന്നിയത്. ശരിക്കും ഇങ്ങനെ അമ്മ ഇങ്ങനെ വഴക്കൊക്കെ പറയാറുണ്ടോ? അമ്മ അങ്ങനെ പറയാറൊക്കെ ഉണ്ട്. പക്ഷെ ആ അമ്മ തന്നെയാണ് പറഞ്ഞത് ഏറ്റവും വലിയ സപ്പോർട്ടർ ആയിരുന്നു മക്കള്, അല്ലേ? അപ്പൊ അതിലെന്താ പറയണ മോളെന്ന രീതിയിൽ അമ്മ അങ്ങനെ തന്നെയായിരുന്നു മോൾക്ക്? അമ്മ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തരും. അമ്മയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് എന്തായിരുന്നു? എല്ലാം പറയാൻ പറ്റില്ല, പക്ഷെ ഒരെണ്ണം ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഉണ്ടല്ലോ ഒരെണ്ണം, ഏതായിരുന്നു? അമ്മ കോമഡി ഡാൻസ് ആ റൗണ്ട് ചെയ്തപ്പോ അമ്മ നല്ലതായിട്ട് അഭിനയിച്ചായിരുന്നു. ആമേശം ഇട്ടിട്ട് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ? അപ്പൊ അത് നമുക്കൊരു കമന്റ് തന്ന ഒരു നല്ലൊരാണ്. എന്ന് വെച്ചാൽ എപ്പോഴും ശ്വേതാജി പറയും കോമഡി ചെയ്യാൻ നമ്മുടെ രണ്ടുപേരും കോമഡി ആണെങ്കിൽ ഭയങ്കര സേഫ് ആണ് നമ്മുടെ കയ്യിലെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല അത് വലിയ കാര്യമാണ് അല്ലെ ശ്വേത ചേച്ചിയൊക്കെ നല്ല ഒരു കമന്റ് പറയാന്ന് പറയുന്നത് ഭയങ്കര, ജഡ്ജസിനെ കൊണ്ട് നല്ല കമന്റ്സ് പറയിക്കാന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒരു പ്രോഗ്രാമിൽ ഇരിക്കുമ്പോ നല്ലതും പറയും, എന്താ പറയുക, നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് അവര് ശരിയല്ല അല്ലെങ്കിൽ എലിമിനേഷനിലേക്ക് പോവാന്ന്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ഇത്രയും വലിയൊരു ഷോയില് അത് അവരുടെ ചാനലിൽ കൂടി ബാധിക്കുന്ന രീതിയിലുള്ള ഒരു അല്ലേ അങ്ങനത്തെ ഒരു പ്രശ്നമാണ് വന്നത്. അപ്പൊ അങ്ങനെ ഒന്ന് രീതിയിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും അത് എങ്ങനെയാണ് ചേച്ചിയുടെ സൈഡിൽ നിന്ന് ഒരു കമന്റ് എന്ന രീതിയിൽ പറയാൻ പറ്റുക? ജഡ്ജസിന്റെ സപ്പോർട്ടും അതേപോലെ ഓവറോൾ ആ ഒരു അമൃത ടിവിക്ക് എതിരെ മീൻസ് അവിടുന്ന് വിളിച്ചെന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് ഓഫ് ഓൾ അവിടുന്ന് വിളിച്ചിട്ട് 3 മാസമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അത് 3 മാസം ഇപ്പൊ ചേച്ചി പറഞ്ഞപ്പോഴാണ് ഞാൻ 1 year എന്ന് അറിഞ്ഞത്. അപ്പോ 3 മാസം അപ്പോഴും ചിന്തിക്കുന്നുണ്ട്. 3 മാസം നമ്മുടെ ഏപ്രിലാണ് തുടങ്ങി, ജൂലൈ വരെയാണെന്നാണ് പറഞ്ഞത്. ജൂലൈ ഓഗസ്റ്റ് വരെ ആയിരിക്കും ഷെഡ്യൂൾ എന്നാണ് പറഞ്ഞത്. പിന്നെയാണ് അത് എക്സ്റ്റെൻഡ് ചെയ്തത്, ഓണം കഴിഞ്ഞിട്ടാണ് അത് എക്സ്റ്റെൻഡ് ചെയ്തത്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു എനിക്ക് ക്ലിയർ ആയില്ല. എങ്ങനെ ജഡ്ജസ് എങ്ങനെയാണ്? ജഡ്ജസ് ഉണ്ടല്ലോ, അപ്പൊ ജഡ്ജസ് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും, ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ. അപ്പൊ അത് ഉൾക്കൊണ്ടിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ബെറ്ററിന് വേണ്ടി ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഒരു ചാനലിനെതിരെ പറയാണ് അവര് ഫേവറിസം കാണിച്ചു, അങ്ങനെ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ പറയുമ്പോൾ ലൈക്ക് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി എന്തായാലും കൊള്ളുന്ന കാര്യമാണ്. അങ്ങനെ വരുമ്പോ ചെറിയ മോള് അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നു,
അമ്മ participate ചെയ്തു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ശരിക്കും നിങ്ങളുടെ ബോണ്ട് ഉണ്ട്, ഇതിന് ഒരു വിന്നർ എന്ന രീതിയിൽ നിങ്ങളുടെ ബോണ്ട് ഉണ്ട്. ഇങ്ങനെ ഒരു സംഭവം സ്റ്റേറ്റ്മെന്റ് വെക്കുമ്പോൾ ചേച്ചി ഒരു അമ്മയാണ്, മകളുടെ കഷ്ടപ്പാടുണ്ട്, അപ്പം ഒരു കോമണർ എന്ന രീതിയിൽ എങ്ങനെയായിരിക്കും അതിനെ പറയാം? എന്ന് വെച്ചാല് ഇപ്പം രണ്ടുപേരും ഒരു അമ്മയും മകളും അല്ലെ, ഇപ്പം ഇങ്ങനെ ഒരു ഷോ തുടങ്ങിയപ്പോ തന്നെ ഇതുവരെയ്ക്കും നമുക്ക് അങ്ങനെ ഒരു വേദി അങ്ങനെ കിട്ടിയിട്ടില്ല, ഒരു അമ്മയും മോളും തമ്മിലുള്ള ഒരു പ്രോഗ്രാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ നോക്കിയത് ഓക്കെ, ഇത് എനിക്ക് എപ്പോഴും ഒരു മെമ്മറി ആയിരിക്കും ഇവളുടെ കൂടെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിപ്പോ ഒരു 10 വർഷം കഴിഞ്ഞാലും എൻ്റെ കയ്യിൽ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ആ ഒരു മെമ്മറി എനിക്ക് എത്ര കിട്ടിയാലും, ഇപ്പൊ ഒരു സ്റ്റേജ് ഒരു പ്രോഗ്രാം ഒരു ടാസ്ക് വരുവാണെങ്കിൽ, ഒരു റൗണ്ട് വരുവാണെങ്കിൽ, നമ്മൾ എത്രമാത്രമാണ് അടുത്ത് എന്ന് വെച്ചാൽ നമ്മൾ 2 പേരും കൂടെ ഉള്ള ഒരു ടീം വർക്ക്, അത് ശരിക്കും നമ്മുടെ ഒരു ബോണ്ടിങ്ങിനെ തന്നെ ഭയങ്കരമായിട്ട് അത് ഹെൽപ്ഫുൾ ആയിരുന്നു സത്യമായിട്ടും. നമ്മള് കുറേ കാര്യങ്ങൾ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ ഇത് എനിക്ക് കംഫർട്ടബിൾ ആയിരിക്കത്തില്ല, ഇത് നിനക്ക് കംഫർട്ടബിൾ ആയിരിക്കത്തില്ല, അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം, അപ്പൊ നമുക്ക് 2 പേർക്കും പറ്റിയ ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പാണോ നമുക്ക് കംഫർട്ടബിൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ പരസ്പരം സംസാരിക്കുകയും അപ്പൊ നമ്മൾ തമ്മിലുള്ള കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ കൂടുതലായിട്ട് വന്നു. പിന്നെ അങ്ങനത്തെ കുറേ റൗണ്ട്സുകളും ഉണ്ടായിരുന്നു, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റിയ കുറേ റൗണ്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു. എവിടെ ഇങ്ങനെ ഞാൻ വഴക്ക് പറയുന്നത് ചില സമയത്ത് ഞാനിങ്ങനെ, നമുക്ക് ദേഷ്യം വരുമ്പോൾ വഴക്ക്, അമ്മമാരെ എല്ലാം കുഞ്ഞുങ്ങളെയും വഴക്ക് പറയില്ലേ, നമ്മൾ ആ വഴക്ക് പറഞ്ഞപ്പോൾ അതൊക്കെ ഇവർക്ക് ചിലപ്പോൾ വിഷമമായിട്ടുണ്ട് എന്നൊക്കെ തുറന്ന് സ്റ്റേജിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ മനസ്സിലാക്കുമായിരുന്നു ആ ഒരു ബന്ധം. അങ്ങനെ കുറേ നമുക്ക് നല്ല 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 ടാസ്കുകളൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന കുറെ റൗണ്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ചേച്ചി നിങ്ങൾ രണ്ടുപേരും പുറത്താണല്ലോ, വർക്ക് ടൈം ഉണ്ടാവും, സ്പെൻഡ് ചെയ്യാൻ ടൈം കുറവായിരുന്നു. അതെ അതെ. അപ്പോ ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോ വന്നോടെ മോളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സത്യം കുറച്ചും കൂടി സ്പെൻഡ് ചെയ്യാൻ പറ്റി. അപ്പം അതൊരു വലിയ കാര്യമാണല്ലേ ചേച്ചി, സ്പെൻഡ് ചെയ്യാൻ പറ്റി, മകളുടെ കാര്യം, അവളുടെ പാഷൻ എന്താണെന്നും അവൾക്ക് എന്തിലൊക്കെ കുറച്ച് കഴിവുണ്ടെന്നും മനസ്സിലാക്കാൻ പറ്റി. അതെ അതെ. ഇപ്പം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇവൾ ഇതുപോലത്തെ റിസ്ക് ഫാക്ടർ ഒക്കെ ചെയ്യും, വന്നിട്ട് എന്റെ മുന്നിൽ കൈവിട്ട് നിൽക്കും, മറ്റത് ഫ്ലിപ്പ് ചെയ്യും, അതൊന്നും ഞാൻ എന്റെ മനസ്സിൽ പോലും ഈ ഒരു ഷോയ്ക്ക് മുമ്പ് വിചാരിച്ചില്ല അവൾക്ക് പറ്റും. ഇപ്പൊ ഇവൾക്ക് അത് ചെയ്യാം. ഇപ്പൊ അവൾക്ക് അവളെ തന്നെ സ്വയമായിട്ട് ഞാൻ മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. ഇപ്പം ആ എക്സ്പ്രഷൻ റൗണ്ട് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ഇവള് പറയുമായിരുന്നു എനിക്ക് പറ്റില്ല അമ്മ, എനിക്ക് ആ ഡയലോഗ്സ് ഒക്കെ റിമൈൻഡ് ചെയ്ത് പറയാൻ പറ്റില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവള് അങ്ങനെ ഇരുന്നപ്പോ ഞാൻ പറഞ്ഞു ഇല്ല അതെനിക്ക് പറ്റുമെന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്റെ കണ്ണിനകത്ത് കമ്പ് കൊണ്ട് കണ്ണിന് ഇഞ്ചുറി പറ്റിയായിരുന്നു. അപ്പൊ എനിക്ക് എക്സ്പ്രഷൻ ചെയ്യാൻ പറ്റില്ല, ഗ്ലാസ് വെച്ചിട്ടായിരുന്നു ആ റൗണ്ട് എല്ലാം ചെയ്തത്. അപ്പം ആ സമയത്ത് ഇവർക്ക് ചെയ്തേ പറ്റൂ. അപ്പൊ ഞാൻ ഇവർക്ക് ഇങ്ങനെ പറഞ്ഞു നിനക്ക് ചെയ്യാൻ പറ്റും, നീ കോൺഫിഡൻസോടെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ചെയ്തു. അവൾ അത് ഭംഗിയായിട്ട് ചെയ്തു. അപ്പൊ അവൾക്ക് സ്വയം അതിനുശേഷം ആ എക്സ്പ്രഷൻ റൗണ്ടിന് ശേഷം അവൾ ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് ബിൽഡ് ആയത് ഞാൻ കണ്ടു. കാരണം ഒരു നല്ല കമന്റ് അതന്നെ സത്യമായിട്ടും ശ്വേതാജി. അപ്പം അതുവരെയ്ക്കും ചില റൗണ്ടുകളിലൊക്കെ ഇവളെ കുറച്ച് എന്തോ ആക്റ്റീവ് അല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് എപ്പോഴെങ്കിലും ഒരു സൂപ്പർ മകള് എന്ന് ശ്വേതാജി പറയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഈ റൗണ്ടിൽ ഫുൾ മാർക്സ്, എനിക്ക് ഇതുവരെ ഫുൾ മാർക്സ് കിട്ടിയിട്ടില്ല, അവൾക്കൊരു ഫുൾ മാർക്സ് കിട്ടിയപ്പോഴത്തേക്ക് ആ റൗണ്ട് ചെയ്തു. അപ്പൊ ഇവള് ഭയങ്കര ഹാപ്പി. അതിനുശേഷം ഭയങ്കരമായിട്ട് ഉള്ള വ്യത്യാസമായിരുന്നു. ക്യൂസ് റൗണ്ടില് കുറെ ഉത്തരങ്ങൾ ഞാൻ ഈ ക്യൂസ് റൗണ്ട് വന്നപ്പം പറഞ്ഞു ബാക്കി എല്ലാ പിള്ളേരെക്കാളും ചെറിയ കുട്ടികളാണ്, ബാക്കി എല്ലാവരും വലിയ പിള്ളേരാണ് മക്കൾ. അപ്പം ബാക്കിയുള്ളവരും അമ്മയും മോളും കൂടെ കമ്പൈൻ ചെയ്താണ് ക്യൂസ് റൗണ്ട് പറയുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് മാത്രം എവളെ എന്ത് പറഞ്ഞു തരാനാന്ന് പറഞ്ഞു. പക്ഷെ കുറെ ഉത്തരങ്ങൾ പറഞ്ഞത് എവളാണ്. അപ്പൊ ഞാനും അവളും കൂടെ ഒരുമിച്ചായിരുന്നു ക്യൂസ്, ചുമ്മാ ഗൂഗിളിൽ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ നോക്കുമായിരുന്നു. അപ്പം എന്റെ മെമ്മറിയെക്കാളും അവൾക്ക് പെട്ടെന്നത് കുറച്ചൊക്കെ അവൾ കവർ ചെയ്തു. അപ്പൊ കുറെ ഉത്തരങ്ങളൊക്കെ അവൾക്ക് പറയാൻ പറ്റി. അപ്പൊ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. എല്ലാരും ഫാമിലി സപ്പോർട്ട് തന്നെയായിരുന്നു. അപ്പൊ എന്റെ ഒരു ഫാമിലി എന്ന് പറയുന്നത് പണ്ടും എന്ന് വെച്ചാൽ ഒരു പണ്ടത്തെ ഒരു ഫാമിലി, അവരെല്ലാം എപ്പോഴും ജോലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മള് പഠിത്തത്തിനും അങ്ങനെയൊക്കെ ആയിരുന്നു അച്ഛനും അമ്മയൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അപ്പോഴും കലാപരമായി നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ഡാൻസോ അങ്ങനെ ഒന്നും പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. കുറച്ചു കാലം സ്പോർട്സിലൊക്കെ ഉണ്ടായിരുന്നു, അല്ലാതെ ഇങ്ങനെ കലാപരമായിട്ട് ഇതിന് ഞാൻ പോയിട്ടില്ല. അങ്ങനെ കോളേജൊക്കെ കഴിഞ്ഞ് ഓവർസീസ് പോയതിനു ശേഷമാണ് ഞാൻ ഈ ഷോസിലൊക്കെ കുറച്ച് പ്രോഗ്രാം ഒക്കെ ചെയ്ത് അങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങിയത്.
അപ്പൊ ആദ്യമൊക്കെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഓക്കെ ആദ്യം പ്രോഗ്രാം കിട്ടി, പിന്നെ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തൊക്കെ പോകുമ്പോൾ ജോലിയുടെ പ്രശ്നം വരുന്നു, ഇവളുടെ എഡ്യൂക്കേഷൻ്റെ പ്രോബ്ലം ആണെന്ന് അറിയാം, ക്ലാസ് ഒന്നുമില്ല. ഇപ്പം ഓസ്ട്രേലിയ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല, കാരണം അവിടെ എക്സാംസും കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ ഇപ്പം ഒരു 7ാം ക്ലാസ് വരെ പഠിത്തത്തിന് എന്ന് വെച്ചാൽ അവരെല്ലാം എന്താ പറയുന്നത് സ്പോർട്സിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഓസ്ട്രേലിയ. പക്ഷെ ഇവിടെ എല്ലാവരും ഭയങ്കര ഒരു പഠിത്തത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതല്ലേ. അപ്പം എല്ലാ അമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു ഇപ്പോൾ കുട്ടിയുടെ പഠിത്തം കാണുന്നു. ബാക്കി എല്ലാവരും ഇവിടെ സ്കൂളിൽ പോകുന്നുണ്ട്, ഇടയ്ക്ക് പ്രോഗ്രാം വരുമ്പോഴേ ചെയ്യുന്നുള്ളൂ, അവർക്ക് അതിന്റെ പ്രശ്നമില്ലല്ലോ. അപ്പം പോകുന്നത് ഇവർക്ക് തന്നെയായിരുന്നു. കാരണം പ്രോഗ്രാമിന് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നേരത്തെ വരണം, അപ്പോൾ ഒരുപാട് ക്ലാസ് പോകുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അവസാനം വരെ എത്തി. എൻ്റെ ആ ഒരു നമ്മളിപ്പം ഒരിക്കലും തളരാതെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഇപ്പം ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പം ഹസ്ബൻഡിൻ്റെ അമ്മയച്ഛനും വരെ മുമ്പൊക്കെ ഇത് പറയുന്നുണ്ടായിരുന്നു എഡ്യൂക്കേഷൻ്റെ കാര്യം. പക്ഷെ ഇപ്പം അവർ ആ ഫിനാലെ സ്റ്റേജിലിരുന്ന് നമ്മൾ ചെയ്ത എഫേർട്ട് കണ്ടപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. സോ ഹാപ്പി. അല്ല, അച്ഛനും അമ്മയും ആദ്യം ജോലിയിലാണ് കുറച്ചും കൂടി അല്ലേ സ്റ്റിക്കോൺ ചെയ്ത് നിൽക്കാൻ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ ഒരു വിന്നറായപ്പം അച്ഛനമ്മ തന്നെ എന്താ പറയാ മാറ്റി പറയിപ്പിക്കാൻ നമ്മള് വലിയ പാടാണ്. എങ്ങനെയായിരുന്നു ഇപ്പൊ അതുകൊണ്ടാണ് അപ്പം അവർക്ക് ഇപ്പൊ നമ്മൾ വിന്നറായതിനു ശേഷം അച്ഛന്റെ ഫ്രണ്ട്സില് ഹലോ എന്റെ മോളാണ് കേട്ടോ വിന്നർ, അത് കേൾക്കുമ്പോ വലിയ കാര്യമാണ്. ഈശ്വരനോട് നന്ദി പറയുന്നു. ഒപ്പം ഇപ്പോഴെങ്കിലും അവർ ആ ഒരു അക്സെപ്റ്റ്. ഇപ്പം ശരിയാണ്, പൈസക്ക് പൈസ തന്നെ വേണം, അതൊക്കെ കറക്റ്റ് ആണ്. പക്ഷെ എന്ത് പറയുക, നമ്മുടെ ഓപ്പർച്യൂണിറ്റി ഒന്നും നമ്മുടെ എന്താ പറയുന്നത്, ഇപ്പൊ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അത് മാറ്റി വെച്ചിട്ട് ഞാൻ ഇത് ചെയ്താൽ പിന്നെ നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്നില്ല. അപ്പൊ എന്നെ പോലുള്ള എനിക്ക് കുറേ അമ്മമാരെ അറിയാം. അപ്പം അവർക്കൊക്കെ ഒത്തിരി കഴിവുള്ളവര് ഒന്നും എവിടെയാണ് ഒരു എക്സ്പോഷർ കിട്ടുന്നത് അവർക്ക് അറിയില്ല. അപ്പം ഇതുപോലുള്ള റിയാലിറ്റി ഷോയിൽ കൂടെയും ഇപ്പം ഒരു ഷോയിൽ വന്നപ്പോൾ തന്നെ എത്ര തരം ക്യാരക്ടറാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത് ഓരോരോ റൗണ്ട്സിലൊക്കെ. അപ്പം നല്ലൊരു എക്സ്പോഷർ ആണ് ശരിക്കും. എനിക്ക് എൻ്റെ ഒരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ എവർക്കൊരു പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ശരിക്കും നന്നായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. ഈവൻ നമ്മളിപ്പോൾ ഒരു വിന്നേഴ്സ് ആയില്ലെങ്കിൽ പോലും നമ്മൾ ഇത്രയും റൗണ്ട്സ് നമ്മൾ ചെയ്തില്ലേ, അപ്പം അതൊക്കെ നമുക്കൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ ഇതിനപ്പുറം എന്താണ് വേണ്ടത്. പിന്നെ ഇപ്പൊ ഒരു അച്ചീവ്മെന്റും ദൈവാനുഗ്രഹത്തിന് നമുക്ക് കിട്ടി. ഹാർഡ് വർക്ക് ചെയ്താൽ അതിന്റെ റിസൾട്ട് ഉണ്ടാവും എന്നേ എനിക്ക് പറയാനുള്ളൂ. അത്രേ ഉള്ളൂ പറയാൻ. അതിൽ കൂടുതലൊന്നും അല്ലേ. ഹാർഡ് വർക്കാണ് ശരിക്കും ഒരാളെ മുന്നോട്ട് കൊണ്ടുപോവാ. ബാക്ക് സപ്പോർട്ടായിട്ട് ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, വിനു എന്ന് പറയുന്നത് ആർട്ട്പരമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു ആളാണ്. വിനുവും എപ്പോഴും വിനുവിന്റെ അങ്ങനെ ജോലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ വിനുവിനെ റെസ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരിക്കലും എന്താ പറയുന്നത് നീ പോകരുത്, എൻ്റെ ഒരു ഇഷ്ടത്തിന് എതിരെ നിന്നിട്ടില്ല. അതിന് ഞാനൊരു എന്ന് വെച്ചാൽ ഓക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മുടെ കുറച്ച് റൗണ്ട്സ് ഒക്കെ ഉണ്ട്, ഞാൻ കരയുന്നതൊക്കെ ഉണ്ട്. പിന്നെ ഒരിക്കൽ പോലും ഈ സ്റ്റേജിൽ വരുന്നില്ല, ഒരിക്കലും എൻ്റെ പെർഫോമൻസ് ഉണ്ട് ഓക്കെ നീ ഇനിയും ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കരയുന്ന ഒരു റൗണ്ട് ഉണ്ട്. പിന്നെ വിനു വീഡിയോ കോളിൽ വരുന്ന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് അതൊക്കെ എനിക്ക്, പക്ഷെ ഞാൻ ചിലപ്പം വിചാരിക്കും ഞാൻ ഒരിക്കലും ആ സമയത്തൊക്കെ ഓക്കെ വിനു അത് ചെയ്തില്ല, എൻ്റെ അടുത്ത് പറയുന്നില്ല നീ അത് കൊള്ളായിരുന്നു ഇത് കൊള്ളായിരുന്നു നീ ഇനിയും ചെയ്യണേ എന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞ് അതിനെപ്പറ്റി ഞാൻ ഇങ്ങനെ ആലോചിച്ച് വിഷമിക്കാറുണ്ടായിരുന്നു. ഇപ്പം എല്ലാ സ്റ്റേജിലും ഞാൻ ചില സ്റ്റേജിലൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു, ഇങ്ങനെ ഞാൻ കരയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിന്റെ മറുവശം ഞാൻ സത്യം പറഞ്ഞാൽ ചിന്തിച്ചില്ല. വിനു എന്നെ വിട്ടില്ലായിരുന്നെങ്കിലല്ലേ ഈ സ്റ്റേജിൽ എനിക്ക് ഫൈനൽ വരെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് നിന്നെ വിടാൻ പറ്റില്ല, നീ പോരുത്, നീ 2-1 നിൽക്കണം എന്നൊക്കെ ചിലപ്പം പറഞ്ഞിട്ട് ഓക്കെ അങ്ങനെ എന്തെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ ഒരിക്കലും എനിക്ക് ഫൈനൽ വരെ എത്താൻ പറ്റില്ല. അപ്പൊ ആ ഒരു പോസിറ്റീവ് സൈഡ് ഞാൻ സത്യം പറഞ്ഞാൽ ആ സമയത്ത് കണ്ടില്ല. അപ്പൊ ഞാൻ നെഗറ്റീവായിട്ട് വിനു എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരുന്നു. അപ്പൊ എനിക്ക് പറയേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം സംഭവിക്കുമ്പോൾ അതിന്റെ നെഗറ്റീവ് പാർട്ടിനെ മാത്രം നോക്കി ഇരുന്നാല് നമ്മളത് വിഷമിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് അതിനകത്ത് നിന്ന് എന്ത് സന്തോഷം, എന്ത് പോസിറ്റീവ് തിങ് നമുക്ക് കിട്ടിയെന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു സന്തോഷം കിട്ടുമെന്നാണ് ഞാനത് ചില സമയത്ത് എനിക്ക് ആ ഒരു വിഷമം സഹിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അപ്പോഴും ഞാൻ ചിന്തിക്കുന്നില്ല
നമ്മള് എന്നെ അലോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു നമ്മുടെ ഫ്രണ്ടിൽ വന്നിരുന്ന നീ പോകുന്നു പറയുന്നില്ലെങ്കിൽ പോലും എന്നെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത് തന്നെയാണ് എൻ്റെ ഒരു വലിയൊരു സപ്പോർട്ട്. അപ്പം നമ്മുടെ ത്രൂ ഔട്ട് ഈ ജേർണിയിൽ വിനു ഭയങ്കര ഒരു സപ്പോർട്ട് തന്നെയാണെന്ന് എനിക്ക് ഫൈനൽ എത്തിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇരുന്ന നമുക്ക് വേണ്ടി ഫൈനൽ കാണാൻ വന്നു. എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറാണ്. അവർക്ക് ഒരു ഡാൻസ് ആസ്വദിക്കുന്നവരായിരിക്കത്തില്ല, ഒരു പാട്ട് ആസ്വദിക്കുന്നവരായിരിക്കത്തില്ല, അവർക്ക് ഓരോ വ്യക്തികൾക്ക് അവരുടേതായ ഇൻട്രസ്റ്റ് ഇല്ലേ. അപ്പം സൈലന്റ് സപ്പോർട്ടർ ആയിരുന്നു. പക്ഷെ നമ്മൾ പറയില്ലേ സ്നേഹം ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്നിട്ട് പുറമെ കാണിക്കാനുള്ളതാണെന്ന്. പക്ഷെ ഫിനാലെ സ്റ്റേജിൽ നമ്മുടെ ഒപ്പം വരികയും നമ്മുടെ ഒപ്പം സ്റ്റേജ് പങ്കെടുക്കുകയും ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. നമ്മളെ ആ ട്രോഫി മേടിക്കുമ്പോൾ വിനു ഒപ്പം ഉണ്ടായിരുന്നു സ്റ്റേജില്. അപ്പൊ അതിൽ കൂടുതൽ സന്തോഷം വേറെ ഒന്നുമില്ല. അതുകൊണ്ട് താങ്ക് യു. അപ്പം വിനുവിന്റെ അടുത്ത് തീരാത്ത ഒരു താങ്ക് യു. പിന്നെ ഇപ്പൊ തന്നെ ചേച്ചി റിട്ടേൺ പറയണം. വിനു ചേട്ടന് ഒരവസരം കിട്ടുകയാണ് പറയാൻ. അപ്പം എങ്ങനെയായിരിക്കും വിനു? താങ്ക് യു വിനു. സത്യമായിട്ടും വിനു എന്ന് പറയുന്ന ഒരാള് സപ്പോർട്ട് ചെയ്യാതെ എനിക്കും വേദുവിന് ഈ സ്റ്റേജില് ഇങ്ങനൊരു അച്ചീവ്മെന്റ് നമുക്ക് കിട്ടത്തില്ല. നമ്മുടെ എല്ലാ വിജയത്തിന്റെയും പിന്നില് വിനു ഉണ്ടായിരുന്നു. സോ താങ്ക് യു സോ മച്ച്. ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ എന്നെ ഇനിയും വിടണേ പ്ലീസ്. താങ്ക് യു. കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ആളുടെ ഒരു ക്യാരക്ടർ. അതെ അല്ല, അത് കണ്ടിട്ടുണ്ടായിരുന്നു എപ്പിസോഡ്. അത് നമ്മൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിട്ടുള്ള ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അപ്പം വിനു വീഡിയോ കോളിൽ വരുകയും നമ്മള് ഭയങ്കരമായിട്ട് കരയും. ഇപ്പൊ ശ്വേതാജി റെക്കമെൻഡ് ചെയ്ത് ശ്വേതാജി ഫോൺ ചെയ്ത് ഫിനാലെ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല അതെനിക്ക് കാര്യമാണ്. അച്ഛൻ അമ്മ കരയുന്ന കണ്ടിട്ട് അവൾക്ക് എന്താ തോന്നിയത്? അച്ഛൻ ഇങ്ങനെ വരുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നോ വേദുവിന്? അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ല. വേദ എപ്പോഴെങ്കിലും അച്ഛനോട് പറഞ്ഞിട്ടുണ്ടോ വരണം എന്ന്? അത് പറയണം. വേദ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു അച്ഛൻ വരണത്. നമ്മളെ എത്ര ഹാർഡ് വർക്ക് എടുത്ത് ഈ പെർഫോമൻസ് കാണണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛൻ അങ്ങനെ എന്തോന്ന് എല്ലാ പ്രോഗ്രാമിനൊക്കെ വരാനും കുറച്ച് പാടെടുക്കും വിളിച്ച് കൊണ്ടുവരാൻ. അതുകൊണ്ട് അമ്മയും ഞാനും വിളിച്ചോണ്ട് വന്നത്. പറഞ്ഞപ്പോ അച്ഛൻ മലയാളം കഷ്ടം. അച്ഛൻ കുറച്ച് പാടെടുക്കും. അല്ല അവിടെ പാടായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ചോദിക്കും. കഷ്ടപ്പെട്ടോ മലയാളം നമ്മുടെ ആസ് യൂഷ്വൽ സംസാരിക്കുമ്പോ കുഴപ്പമില്ല, പറയുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്നില്ല അല്ലേ? അച്ഛനെയാണോ അമ്മയാണോ ഏറ്റവും ഇഷ്ടം? ആരാണ് ഏറ്റവും ഇഷ്ടം? ഇത്ര ആലോചിക്കണേ. അമ്മയുടെ കൂടെ പ്രോഗ്രാം ചെയ്താണ്. അപ്പൊ അമ്മയുടെ പേര് തന്നെ പറയണമെന്നുണ്ടോ? ശരിക്കും ആരാ ഏറ്റവും ഇഷ്ടം? അമ്മ നല്ല സപ്പോർട്ടറാണോ നമ്മൾക്ക്? ആയിരുന്നു അല്ലേ? ചേച്ചിയുടെ ലക്ക് തന്നെയാണ്. എനിക്ക് അതാണ് എപ്പോഴും പറയാനുള്ളത്. ഞാൻ ചെറുപ്രായത്തിലുള്ള ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്നില്ലേ അവക്ക് പറയാൻ പറ്റില്ല അമ്മ. എനിക്ക് ഭയങ്കര പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോഴേ ഇപ്പൊ ഞാനിപ്പോ ഈ ഫിനാലയിൽ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് രാവിലെ 5 മണിക്ക് പോയാല് ഒരു 9 മണിയുടെ അത് കഴിഞ്ഞു, പിന്നെ ഒരു മണിക്കൂർ ഗ്യാപ്പ് കഴിഞ്ഞു, പിന്നെ ഒരു 11 മണി തൊട്ട് പിന്നെ ഒരു 2-3 മണിയുടെ അതൊരു വീണ്ടും ഫ്ലോറിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മറ്റത് പോകും. ഫുൾ ഡേ നമ്മൾ പ്രാക്ടീസിലായിരുന്നു. അപ്പം എവിടും കുറെ കഷ്ടപ്പെട്ടു. സോ ഇനി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ. അപ്പൊ ഓസ്ട്രേലിയയിലൊക്കെ പോയി ജോലി നോക്കുന്നതിന് മുന്നേ എന്നതിലൊക്കെ നല്ല അച്ചീവ്മെന്റ്സ് ഇനി ഉണ്ടാവട്ടെ. നിങ്ങളുടെ കഷ്ടപ്പാട് ലോകം മുഴുവൻ അറിയട്ടെ. എന്താണ് നിങ്ങളെന്ന്, നിങ്ങളുടെ കഷ്ടപ്പാട് എന്താന്ന്. കുറെ ആൾക്കാർക്ക് ചിലപ്പോ പല എപ്പിസോഡും കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വിലയിരുത്തട്ടെ എന്ന് ഞാൻ പറയുന്നുണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.